നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര, അമ്മേ ഭഗവതി സർവേശ്വരി, മഹാദേവ, അമ്മയുടെ പാർഷദന്മാരെ സർവേശ്വര, എല്ലാവരെയും പൊന്നു ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. എനിക്കറിയാം നിങ്ങൾ പലർക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് കാണാൻ പറ്റില്ല, എന്നാലും ശബ്ദം ശ്രവിക്കാൻ സാധിക്കും എന്ന് കരുതണം. ഈശ്വരൻ മനസ്സിലാണ്ടാവേണ്ടത്, കണ്ണ് കാണുക എന്നുള്ളത് രണ്ടാമത്തെയാണ്. അതുകൊണ്ട് സന്തോഷമായിട്ട് കേൾക്കുക, ശ്രദ്ധയോടെ കേൾക്കുക. ആദ്യം തന്നെ എൻ്റെ ഭാഗവത ഗുരുനാഥൻ, ഈ ഉപനിഷൽ ഗീതാസത്രത്തിൻ്റെ ആചാര്യൻ ബ്രഹ്മശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ തൃപാദങ്ങളിൽ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. എല്ലാ യജ്ഞാചാര്യന്മാരെയും മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകം നന്ദി അറിയിക്കണം, ഇങ്ങനെ ഒരു അവസരം തന്നേനെ. ഞാൻ ചെട്ടിക്കുളങ്ങരയ്ക്ക് ആദ്യമായിട്ടാണ് വരണം. അമ്മ ഞാൻ ആദ്യമായിട്ടാണ് തൊഴണത്. അമ്മ ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ടാണ് തൊഴിയിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ പനയനാർക്കാവിലും ആദ്യമായിട്ടാണ് പോയത്. അപ്പോൾ ഗീതയുടെ പല ചാപ്റ്ററുകളും പറയാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും സാഖ്യമാണെങ്കിലും വിശ്വരൂപമാണെങ്കിലും അല്ലെങ്കിൽ വിഭൂതിയാണെങ്കിലും ഒക്കെ. പക്ഷേ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഈ 14-ാമത്തെ അധ്യായം പറയാൻ ഉള്ള ഭാഗ്യം ഈ മഹൽ വേദിയിൽ, അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിലാണ് സാധിക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ ഭംഗി എന്താണെന്ന് വെച്ചാൽ, മനുഷ്യർക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബന്ധനം, നമ്മളെ എന്തുകൊണ്ടാണ് ഈ കെട്ടപ്പെട്ട് കിടക്കുന്നത്, നമുക്ക് എന്തുകൊണ്ടാണ് അസ്വസ്ഥത ഉണ്ടാകുന്നത്. ഒരു ക്ഷേത്രത്തിൽ വന്നാൽ പോലും നമുക്ക് അസ്വസ്ഥതയുണ്ട്. ഇടിച്ചു കുത്തി തൊഴാനുള്ള ബഹളം, ഭക്ഷണം കഴിക്കാനുള്ള ബഹളം, ആ ബഹളങ്ങളുടെ ഒക്കെ നടുക്ക് ഇരുന്നിട്ടാണ് നമ്മൾ ആധ്യാത്മികത അന്വേഷിക്കുന്നത്. ചിലവർക്ക് വീട് അടുത്താണ്, പക്ഷെ ഇത്രയും ജനം വരുന്നുണ്ടെങ്കിലും അവിടെ നിന്നൊന്ന് വീടിൻ്റെ ആ പടി കടക്കാൻ വിഷമമാണ്, ഒരു മന്ദത വരും. ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല, മന്ദത. ഈ മന്ദതയെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട് ഗ്രഹങ്ങളിൽ, ശനി എന്ന് പറയും. ശനി വെച്ചാൽ മന്ദത ഉണ്ടാക്കുന്ന ആളെന്നർത്ഥം. അദ്ദേഹം എല്ലാറ്റിനെയും സ്ലോ ഡൗൺ. ശനി പുറത്തുള്ള ഒരാളല്ല, നമ്മുടെ അകത്തന്നുള്ള ഒരാളാണ്. ഓരോരുത്തരിലും ശനിക്ക് പലതരം ശക്തികളാണ്. അതേപോലെ സമാധാനം എന്ന് പറയുന്ന ഏതോ കിട്ടാത്തൊരു മരീചിക പോലെ നിൽക്കുന്ന നമുക്ക് തന്നെ കുറച്ച് സമാധാനം കിട്ടിയാൽ മതി എന്ന് പറയും. എന്താ ഈ സമാധാനം? എന്ത് കിട്ടിയാലാണ് സമാധാനം എന്ന് ആരും ചിന്തിക്കാറില്ല. ഇനി ഒരു കാര്യം ആഗ്രഹിച്ച് അത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ള സമാധാനം പോവുക ചെയ്യാം. അങ്ങനെ സമാധാനം, പിന്നെ അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ, അതിന് യാതൊരു കുറവുമില്ല മനുഷ്യന്. നടക്കണം എന്നുള്ള ആഗ്രഹം, നടക്കരുത് എന്നുള്ള ആഗ്രഹം, ഇങ്ങനെ 2 തരത്തിൽ ആഗ്രഹങ്ങൾ. ആശയക്കുഴപ്പം, എന്താ വേണ്ടത് എനിക്കെന്നറിയില്ല, ഇതാണോ നല്ലത് അതാണോ നല്ലത്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഇത്രയും കാലം കഴിഞ്ഞു, മക്കളൊക്കെ പഠിച്ചു, എല്ലാവരും പല വഴിക്ക് പോയി കഴിഞ്ഞു, ഇനി എന്ത്. ഇങ്ങനെയൊക്കെ പല പ്രായങ്ങളിൽ പല ആശയക്കുഴപ്പങ്ങളും നമുക്കുണ്ടാവും. ചിലവർക്ക് ഇതൊന്നുമല്ലാതെ മനസ്സിൽ സദാ പ്രകാശം അനുഭവപ്പെടും. വീട്ടിലിരുന്നാലും പുറത്തിരുന്നാലും എത്ര തിരക്കിലിരുന്നാലും എത്ര ശാന്തമായിട്ടിരുന്നാലും പ്രകാശം അനുഭവപ്പെടും. ഇതിനൊക്കെ കാരണം എന്താ? ഇങ്ങനെ ഈ ബന്ധനം കെട്ടപ്പെട്ടു തോന്നുക, അസ്വസ്ഥത തോന്നുക, മന്ദത തോന്നുക, സമാധാനം വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുക, ആഗ്രഹങ്ങൾ ഉണ്ടാവുക, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുക. ഇതെങ്ങനെ സംഭവിച്ചു? ഇതിൻ്റെ കാരണം എന്താ? അത് പറഞ്ഞു തരാൻ ഈ പ്രപഞ്ചത്തിൽ, ഞാൻ പല പ്രഭാഷണങ്ങളും പറയാറുണ്ട്, ഈ ഭൂമണ്ഡലത്തിൽ നടന്ന ഏറ്റവും വലിയൊരു മനഃശാസ്ത്രജ്ഞൻ, മണിച്ചിത്രത്താഴിൻ്റെ ക്ലൈമാക്സിൽ പറയണ ഞാൻ സ്ഥിരം പറയാറുണ്ട്, തിരുമേനിയോളം മനസ്സിൻ്റെ ഉള്ളറകളെ അറിഞ്ഞ, അല്ലേ, ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അത് ആരെ നോക്കിയാൽ ശരിക്കും പറയേണ്ടത്? ഗുരുവായൂരപ്പനെ നോക്കിയിട്ടാണ് പറയേണ്ടത്. മനുഷ്യൻ്റെ മനസ്സിനെ ഇങ്ങനെ അറിഞ്ഞ ഒരു മനഃശാസ്ത്രജ്ഞൻ കൃഷ്ണനെ പോലെ വേറെ കാണില്ല. അദ്ദേഹം മനസ്സിൻ്റെ ഘടന എന്താണെന്ന് അങ്ങോട്ട് കീറി പഠിച്ചു. ആ കീറി പഠിച്ചപ്പോൾ അദ്ദേഹം അത് 3 ഗുണങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് കണ്ടെത്തി. ആചാര്യന്മാർ ഓൾറെഡി കണ്ടെത്തി. നഷ്ടപ്പെട്ടു പോയൊരു അറിവിനെ പുനർജീവിപ്പിക്കുകയും ചെയ്തു ഭഗവാൻ. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്ന് നമ്മൾ ശാസ്ത്രത്തിൽ പറയും. പലർക്കും ഇത് എന്താണെന്നറിയില്ല, പക്ഷെ ഇതെല്ലാവരും അനുഭവിക്കുന്നതാണ്. മനസ്സ് വളരെ ശാന്തമായിട്ടിരിക്കുമ്പോൾ
നിശ്ചലമായിട്ടിരിക്കുമ്പോൾ ഉള്ളിലൊരു സൈലൻസ്. ഇന്നത്തെ കാലത്ത് എത്ര പേരെന്ന് അനുഭവിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫോൺ ഉള്ള സ്ഥിതിക്ക് ഒട്ടും കിട്ടാറില്ല ആ സൈലൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള സൈലൻസ് അനുഭവിക്കുന്നവൻ സത്വഗുണം അനുഭവിക്കും. സത്വഗുണത്തിൽ നമ്മൾ ശാന്തരായിരിക്കും. രാവിലെ എഴുന്നേറ്റു, പ്രാരബ്ധമൊന്നുമില്ല, ഒരു കപ്പ് ചായയൊക്കെ കുടിച്ച് ശാന്തമായിട്ടിരുന്ന് ന്യൂസ് പേപ്പർ കൈകൊണ്ട് തൊടരുത്. അത് തൊട്ടാൽ രജസ്സും തമസും ഒക്കെ വരും. ചായ കുടിക്കും. ജപ്പാൻകാർ ചെയ്യണമാതിരി ചായ ഒരു ധ്യാനം പോലെ കുടിച്ചാൽ ശാന്തത വരുന്നതാണ് പറയും. പിന്നെ നമുക്ക് ചില നേരങ്ങൾ തോന്നും ഇറങ്ങി പണിയെടുക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നും. അപ്പം നമ്മളിൽ രജസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ചില നേരങ്ങളിൽ നമുക്ക് ഒന്നും വേണ്ട, ഒന്നും മിണ്ടാണ്ടിരുന്നാൽ മതി. ആരെങ്കിലും ഇഷ്ടമുള്ളവർ വന്നിട്ട് എന്താ വയ്യേന്ന് ചോദിച്ചാൽ നമ്മൾ അവരുടെ അടുത്ത് ചാടി കടിക്കും, അവരെ ചീത്ത വിളിക്കും. ഒന്ന് പോകണ്ടോ എന്ന് ചോദിക്കും. തമസ. ഇനി തമസ് കണ്ടുപിടിക്കാനും ഇത് ഞാൻ സ്ഥിരം പറയാറുണ്ട്, സ്ഥിരം കേൾക്കണവർക്കറിയാം. ഇങ്ങനെ സത്സംഗം നടക്കുന്ന സ്ഥലത്തിരുന്ന് ഉറക്കം വരുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ തമസ്. നാമം കേട്ടാൽ, സത്സംഗം കേട്ടാൽ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ തമസ് ഓവർ പവർ ചെയ്തു. എന്നാൽ പ്രത്യേകിച്ചും വീട്ടിൽ നല്ല ശ്രദ്ധയോടെ ഇരിക്കണവരാണെങ്കിൽ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ വരുമ്പോൾ ഉറക്കം വരുന്നുണ്ടെങ്കിൽ അത് അകത്തുള്ള തമസിനെ അമ്മ പുറത്തേക്ക് വലിച്ചിടുകയാണ്. അമ്മ അതുകൊണ്ടാണ് ഈ വളഞ്ഞ വാളും കൊണ്ട് നടക്കുന്നത്. ഇങ്ങനെ തോണ്ടി എടുക്കാനാണ്. അല്ലെങ്കിൽ നീള മൂർച്ചയുള്ള വാള് മതി. ഈ തോണ്ടാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലിച്ചിടുക. ഇന്നലെ തുറവൂരിൻ്റെ ഒരു ഇല്ലത്തൊരു പ്രഭാഷണം ഉണ്ടായി. അവിടെ ഭഗവതിയുടെ പാട്ടിനോടനുബന്ധിച്ചിട്ടാണ് ഉണ്ടായത്. അവിടെ ഞാൻ ഈ വാളോണ്ട് അമ്മ തോണ്ടുന്നതിനെ കുറിച്ച് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞാൽ വരും കാളിയുടെ കാവുകൾ, അല്ല കഥകൾ എന്ന് പറഞ്ഞു, കാളിയുടെ കഥകൾ. അതില് ഈ സത്വരജസ്തമോ ഗുണങ്ങളെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നുള്ള ലഘുവായ വിദ്യ ഭഗവാൻ പഠിപ്പിച്ചു തരികയാണ് ഈ 14-ാമത്തെ അധ്യായത്തിൽ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം സാധ്യവും. അതുകൊണ്ട് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളൊരു നോളജാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇത് മാത്രമല്ല, ഭഗവാൻ വേറെ വലിയൊരു കാര്യം കൂടെ പറഞ്ഞു. ഭഗവാൻ ഗൃഹസ്ഥരുടെ ആളാണ്, പ്രത്യേകിച്ച് അമ്മമാരുടെ ആളാണ്. ഭഗവാൻ പറഞ്ഞു തരികയാണ്, ഈ പ്രാരബ്ധത്തിൻ്റെ ഇടയിലൊക്കെ കിടക്കുമ്പോൾ തന്നെ, ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ ഇപ്പോഴുള്ളതൊന്നും നഷ്ടപ്പെടുത്താതെ തന്നെ എങ്ങനെ മുക്തി സാധ്യമാക്കാം. നമ്മുടെ ഉള്ളിൽ ഒരു നിമിഷ നേരത്തെ നിശബ്ദത, ഒരു ചിന്തയില്ലാത്തൊരു നിശബ്ദത, കഷ്ടപ്പെട്ടുണ്ടാക്കുകയല്ല, വെറുതെ ഇരിക്കുക. അത് കണ്ണിങ്ങനെ മിഴച്ചിരിക്കുക എന്നല്ല അർത്ഥം, അതിലേ പോയിട്ട് ഇരിക്കുക, അതല്ല. യഥാർത്ഥ നിശബ്ദത വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷമാണത്. നമ്മുടെ വിചാരം മരിക്കുമ്പോഴാണ് മോക്ഷം എന്നാണ്. അതാണ് നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ പറ്റിക്കൽ. ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് വസ്ത്രം ധരിച്ചാലും ശരി, എന്ത് തരത്തിലുള്ള ജീവിതശൈലിയാണെങ്കിൽ ശരി, എത്ര ലൗകികതയിൽ ഇരുന്നാലും ശരി, അകം ഉറക്കേണ്ടവിടെ ഉറച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുക്തനാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ജീവൻ മുക്തൻ എന്ന് വിളിക്കുക. അപ്പോ ഈ അധ്യായം ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ എങ്ങനെ മുക്തി സാധ്യമാകും എന്നുകൂടെ പറഞ്ഞു തരും. ബന്ധനം ഉണ്ടാവണത് നമ്മുടെ പ്രവർത്തികളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ ആണെന്നാണ് നമ്മൾ കരുതി വെച്ചിരിക്കുന്നത്. നമ്മൾ പറയണത് ഞാൻ അന്ന് അത് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ പടൽ പെട്ടത്, ആ കടത്തിൽ പെട്ടത്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എനിക്ക് ജോലി എടുക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ വിവാഹം കഴിക്കേണ്ടി വന്നത്, അന്ന് ഞാൻ അത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് നമ്മൾ സ്ഥിരം അടിക്കും. നമ്മുടെ ഒരു ഡയലോഗാണ്. വാസ്തവത്തിൽ ഭഗവാൻ ഇതിൽ പറഞ്ഞു തരിക, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നോ അല്ലെങ്കിൽ അന്നത്തെ എൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വിട്ടുപോയത് പറയും. ഗുരുവായൂരപ്പൻ പറയണ അതല്ല അർജുന, അതുകൊണ്ടൊന്നുമല്ല. പക്ഷെ നമ്മൾ പെടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പ്രകൃതിയുടെ 3 ഗുണങ്ങളുണ്ടല്ലോ, ഇതുമായിട്ടുള്ള ചേരുംപടി ചേരലിൻ്റെ കോമ്പിനേഷനുകളിലാണ്. ആ ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ പോയിട്ട് നോക്കാനാ പറഞ്ഞത്. അല്ലാണ്ട് സാഹചര്യങ്ങളെ പഴി പറഞ്ഞിട്ടോ നമ്മുടെ തന്നെ മുൻകാല പ്രവർത്തികളെ വിഷമം പറഞ്ഞിട്ടോ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ള 3 ഗുണങ്ങൾ പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ്. പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്നത് 5 ഭൂതങ്ങളെ കൊണ്ട് 3 ഗുണങ്ങളെ കൊണ്ടിടും. 5 ഭൂതങ്ങൾ ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി. ഇതല്ലാതെ ഈ പ്രപഞ്ചത്തിലൊന്നുമില്ല. നമ്മൾ, ഞാനും നിങ്ങളും, ഈ കാണായതും സകലതും, അമ്മയുടെ ബിംബം, ദാരു അടക്കം സകലതും അതാണ്. അതിലിരിക്കുന്ന ചൈതന്യമാണ്. ഇതൊന്നും അല്ലാത്ത, അത് ചിത്തിന് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചൈതന്യം, ചിത്തിന് അന്യമായത്. അതുകൊണ്ടാണ് നമ്മൾ അമ്മയുടെ ചൈതന്യം അല്ലെങ്കിൽ ഭഗവാന്റെ ചൈതന്യം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഭഗവാൻ പറയാ എങ്ങനെ ഇതൊന്ന് രക്ഷപ്പെടാം. അപ്പൊ എടുത്ത വഴിക്ക് നമ്മൾ നമുക്ക് ആ 3 ഗുണങ്ങളെ കൊണ്ട് നശിപ്പിച്ചാൽ പോരെ. 3 ഗുണങ്ങളെ നശിപ്പിച്ചാൽ നിങ്ങൾക്കൊന്നുമില്ല, തലയ്ക്ക് ഭ്രാന്താവും, മനസ്സ് താറുമാറായി പോകും, ശരീരം ഛിന്ന ഭിന്നമായിട്ട് പോകും. അങ്ങനെ പറ്റുമോ? അങ്ങനെ സംഹരിച്ചുകൊണ്ട് നടക്കില്ല. നമുക്ക് ഗുണങ്ങളെ നശിപ്പിച്ചുകൊണ്ടല്ല മുക്തി നേടേണ്ടത് അർജുന, മറിച്ച്
ഞാൻ ആ ഗുണങ്ങളാണ് എന്ന് ചിന്തിക്കാതിരിക്കുന്നതിൽ കൂടിയാണ്. നമ്മുടെ പലരുടെയും വിചാരം എന്താ? ഞാൻ തകർന്ന ആളാണ്, ഞാൻ ഒരുപാട് ദുഃഖം അനുഭവിച്ച ആളാണ്. കാര്യം എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ ഇതുവരെ. ഇങ്ങനെയൊക്കെ പലതരത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മളവിടെ നമ്മൾ ആരാന്ന് പറയണത് എന്തായിട്ടാ? നമ്മൾ അനുഭവിച്ച ആ വികാരങ്ങളായിട്ടാണ് നമ്മൾ അതാന്ന് പറയണത്. ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരാൾ വന്നിട്ട് നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്നുമില്ല നമ്മുടെ ജോലി പറയും. ആദ്യം പേര് പറയും, പിന്നെ ജോലി പറയും, അല്ലെങ്കിൽ ഇന്നയാളുടെ ഭർത്താവാണ്, ഭാര്യയാണെന്ന് പറയും, ഇന്ന തറവാട്ടിലാണെന്ന് പറയും, ഇന്ന സ്ഥലത്താണെന്ന് പറയും, ഇന്ന പാർട്ടിക്കാരനാണെന്ന് പറയും. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ആരാ? ഇതൊന്നുമല്ലാതെ ഈ പറഞ്ഞ ബന്ധം ഇതൊക്കെ കെട്ടാണ്. പേര് പോലും ഒരു കെട്ടാ. ഈ കെട്ടല്ലാണ്ട് നിങ്ങൾ ആരാ? ആലോചിക്കൂ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയമുണ്ട്. ആലോചിക്കും. ആർക്കാണ് നിങ്ങൾ ഈ ഭക്ഷണം കൊടുക്കുന്നത്? അകത്തേക്ക് ആരെയാ കാണാൻ വന്നിരിക്കുന്നത്? ഇവിടെ ആരകത്തിരിക്കുന്നത്? ആരാണ് ഈ വരുന്നിരിക്കുന്നത്? ആലോചിക്കുക, ഒരു നിമിഷം ആലോചിക്കുക. ഇതൊന്നും വലിയ റോക്കറ്റൊന്നും ഉണ്ടാക്കണ ശാസ്ത്രമൊന്നും അല്ല, സിമ്പിളാ. ഏത് സാധാരണക്കാരൻ ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇതിന് സംസ്കൃതം ഒന്നും അറിയണ്ട, ഗീത വായിക്ക് പോലും വേണ്ട. അപ്പൊ പറയാ, ഞാൻ ഇതൊന്നും അല്ല എന്നുള്ള തിരിച്ചറിവ് ആർക്കുണ്ടായോ? അതിപ്പോ ഇവിടെ ഇരുന്നവരിൽ, ഈ ഇരിക്കുന്ന 500 1000 പേരിലോ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു മിന്നൽ ഉണ്ടായിട്ടാവും ഇത് കേട്ട ഉടനെ. ഇവിടെ വന്നതിന്റെ ഫലം കിട്ടി. ആ മിന്നലാണ്. ആ ഒരു മിന്നൽ കിട്ടിയ ആ ആളിന്ന് ഇവിടുന്ന് കാളിയും കൊണ്ടേ പോകുള്ളൂ. അത് ഉറപ്പാ. അപ്പൊ പറയുക, എന്താ ഇതില് ശ്ലോകങ്ങളൊക്കെ അനവധിയുണ്ട്. ഞാനിതിൽ ഓരോ ശ്ലോകം എടുത്ത് വ്യാഖ്യാനിക്കുക. അതൊക്കെ മഹാചാര്യന്മാരുണ്ട്, അതൊക്കെ ചെയ്യാം. ഇതിലെ സത്ത മാത്രം നമുക്ക് നോക്കാം. നമുക്ക് ഇതിന്റെ ചാറ് പിഴിഞ്ഞെടുക്കണം. ആ ചാറ് എന്താ? അത് കുറച്ച് തത്വങ്ങളുണ്ട്, 5 6 തത്വങ്ങളുണ്ട്. ഭഗവാൻ എല്ലാം തത്വാധിഷ്ഠിതമായിട്ടാ പറയുക. തത്വം അത് നീയാണ് എന്നാണ് വാക്കിന്റെ അർത്ഥം. അത് പക്ഷെ നമ്മൾ ഇന്ന് തത്വം എന്ന് പറഞ്ഞിട്ട് അതെന്തോ ഫിലോസഫി എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. വസ്തു തത്വം അത് നീയാണ്, അത്രേ ഉള്ളൂ. ഒന്നാമത്തെ പ്രമാണം അഥവാ ഒന്നാമത്തെ തത്വം, നമ്മളതിനെ ഇംഗ്ലീഷിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ, അടിസ്ഥാന തത്വം. ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗീത എന്താണെന്ന് മനസ്സിലാവും. ഈ ചാപ്റ്റർ മാത്രമാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. ബാക്കിയുള്ള ഒന്നും നമ്മൾ എടുക്കുന്നില്ല. ഈ ഒരൊറ്റ ചാപ്റ്റർ. ഒന്നാമത്തെ തത്വം ഇതാണ്. നമ്മുടെ സകല അനുഭവങ്ങളും, സന്തോഷമാവട്ടെ, ദേഷ്യമാവട്ടെ, അപമാനമാവട്ടെ, അതുപോലെ എന്താ പറയുക, അംഗീകാരമാവട്ടെ, എന്തും നേട്ടം, കോട്ടം, ഇത് മുഴുവൻ ഈ 3 ഗുണങ്ങളെ കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്നു. ഇത് ഫസ്റ്റ് ലെസണാണ്. ഇത് മനസ്സിൽ അടിച്ചു കയറ്റിയേക്കണം. ഇത് അർജുനന്റെ തലയ്ക്ക് അടിച്ചു കയറ്റിയ ഭഗവാൻ. അർജുന ഉറപ്പിച്ചോ, നീ അല്ല നിന്റെ വികാരം. നീ പറയണു ഞാൻ തകർന്നു, എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ. അവിടെ നമ്മൾ ആ വികാരമാണ് ഞാൻ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് ക്ഷീണമാണ്, എനിക്ക് വയ്യ എന്ന് പറഞ്ഞു. വേറെ ചിലർ എന്നെ കൊണ്ടൊക്കെ പറ്റും, എൻ്റെ കാര്യപ്രാപ്തി അത്രയാണെന്ന് പറഞ്ഞിട്ട് അഹങ്കരിക്കുന്നു. അപ്പൊ അവര് ആ വികാരമാണ് താൻ എന്നാ വിചാരിക്കുന്നത്. പക്ഷെ ഈ വികാരം വരും പോവും. മഴ വരണ വരിയത് അത് വന്നു പോവും. അത് കഴിഞ്ഞാലും നമ്മളവിടെ ഉണ്ട്. നമ്മളാരാ? ഇത് തിരിച്ചറിയണ നിമിഷം നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ആദ്യം പറയണ, എൻ്റെ നിനക്കുണ്ടാവണ സകല അനുഭവങ്ങളും 3 ഗുണങ്ങളെ കൊണ്ട് നിയന്ത്രിച്ചിരിക്കണു. നമ്മൾ ചലിക്കുന്നതും, നമ്മൾ ചിന്തിക്കുന്നതും, നമ്മൾ ആഗ്രഹിക്കുന്നതും, നമ്മൾ വിശ്രമിക്കുന്നതും അല്ലെങ്കിൽ എതിർക്കുന്നതുമായിട്ടുള്ള എല്ലാം പ്രകൃതിയിൽ ഈ 3 ഗുണങ്ങളാണ്. ഈ 3 ഗുണങ്ങളാണ് മഹാദേവന്റെ തൃശൂലത്തിന്റെ 3 മൊന എന്നാ പറയുക. സത്വരജസ്തമോ ഗുണങ്ങളാണ് അത്ര ഈ 3 മൊന. ഈ 3ഉം കൊണ്ട് കുത്തി ഇളക്കിയിട്ടാണ് അദ്ദേഹം നമുക്ക് മുക്തിയെ തരണത്. സത്വം നമുക്ക് വ്യക്തത തരും. എന്ത് കാര്യത്തിലും ഒരു ക്ലാരിറ്റി. ആലോചിക്കുമ്പോൾ നമ്മൾ പറയല്ലേ, എൻ്റെ തല മുഴുവൻ പോകുകയാ, ഇപ്പൊ എനിക്കൊന്നും പെട്ടെന്ന് ആലോചിച്ചിട്ട് ഉത്തരം പറയാൻ പറ്റില്ല. സത്വം ഇല്ല. അപ്പോൾ സത്വം വർദ്ധിച്ചു നിൽക്കുമ്പോൾ നല്ല ക്ലിയർ ആയിരിക്കും മനസ്സ്. എന്ത് പ്രശ്നത്തിനുള്ള പോകുമ്പോഴേ അപ്പം കിട്ടും. അത് ഐക്യപ്പെട്ടിരിക്കും. ഒന്നിനോടും ഒരു വെറുപ്പേ, ഞാൻ ആ ടീമിൽ പെടില്ല, ഞാൻ ഇങ്ങനെയല്ല അങ്ങനെയല്ല, കലഹമേ ഇല്ല. സത്വം വർദ്ധിച്ചിരിക്കും, ഐക്യമായിരിക്കും. എല്ലാം ഐക്യമായിരിക്കും. മനസ്സിൽ എപ്പോഴും പ്രകാശമായിരിക്കും. ഇരുട്ടുള്ള ഗുഹയിൽ ഇരുന്നാലും ഇരുട്ടുള്ള റൂമിൽ ഇരുന്നാലും അകത്ത് പ്രകാശം ഉണ്ടാവും. മനസ്സിന്റെ പ്രകാശം തന്നെയാണ് മനസ്സിന്റെ തെളിച്ചം. പുറത്ത് എത്ര പവറുള്ള ബൾബുകൾ ഇട്ടിട്ട് വീടിന് മുഴുവൻ LED ലൈറ്റ് ഇട്ടിട്ട് അലങ്കരിച്ചത് കൊണ്ടും അകത്തിരിക്കണവന്റെ അകത്ത് പ്രകാശമില്ലെങ്കിൽ അവിടെ സത്വമില്ല, സത്വഗുണം എന്നൊന്നില്ല. ഇനി രജസ് എന്താണ്? രജസ് ചലനാണ്, ഇരിക്കാതെ. ഇതപ്പോൾ നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രജോ ഗുണമാണ്. അമ്മ രജോ ഗുണത്തിന്റെ ആളാണ്. രജസ്സും തമസ്സും കാളിയിലുണ്ട്. അതാണ് ആ സ്വഭാവമായിരിക്കും അങ്ങനത്തെ ക്ഷേത്രങ്ങൾക്ക്. അവിടെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും. കൊച്ചു കുഞ്ഞുങ്ങൾ ഇങ്ങനെ അമ്മയുടെ മേലെ കയറി മറിയണ പോലെയാണ്.
ധാരാളം പേര് ഇവിടെ നിന്നൊക്കെയോ വരണു, കാണുന്നു, അമ്മയെ കാണുന്നു, അമ്മയുടെ ഭക്ഷണം കഴിക്കണു, അനവധി ആക്ടിവിറ്റികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ചലനാണ് അല്ലേ? ഒരു പഴയ മലയാള സിനിമ ഗാനില്ലേ, ചലനം ചലനം അല്ലേ? ആ ചലനാണ്. ചലനമില്ലെങ്കിൽ പ്രപഞ്ചമില്ല. നിശ്ചലതയും അമ്മയാണ്, ചലനവും അമ്മയാണ്. അപ്പൊ രജസ് ചലനമാണ്. ആഗ്രഹം, ഒരു കാര്യം ചെയ്യണം എന്നൊരു ആഗ്രഹം. നമ്മൾ പറയില്ലേ, എനിക്കൊരു അംബീഷൻ ഉണ്ട്, എനിക്കൊരു വീട് കെട്ടണം ഇത്ര വയസ്സാകുമ്പോഴേക്കും, അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടണം, അല്ലെങ്കിൽ നല്ലൊരു കല്യാണം കഴിക്കണം എന്നൊക്കെ നമ്മുടെ സാധാരണ മനുഷ്യന്റെ വാഹനം വാങ്ങണം, ഇങ്ങനത്തെ ചെറിയ ആഗ്രഹങ്ങൾ പോലും എന്തും രജസ് എന്നുണ്ടാകണം. ഇനി അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കണ കഷ്ടപ്പാട്, പ്രയത്നം, അതും രജസ്സാണ്. ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇറിറ്റേഷൻ വരും. ഇത് സമയത്തിന് നടന്നില്ലെങ്കിൽ അല്ലേ, വിചാരിച്ച മാതിരി നടന്നില്ല. അന്ന് കാണാൻ പോയി ഓഫീസിൽ, അയാൾ ഇന്നും ലീവാണ്, ഇന്ന് ആ വരിയിൽ പോയിട്ട് വന്നു, അപ്പോഴേക്കും കൗണ്ടർ അടച്ചു. അതല്ലെങ്കിൽ ഒരാൾ തരാമെന്ന് പറഞ്ഞ ഒരു സംഭവം തന്നില്ല, അസ്വസ്ഥത, അതും രജസ്സാണ്. ഇനി മൂന്നാമത്തത് തമസ്, അത് ഇരുട്ടാണ്. ഇതിനൊക്കെ നിറങ്ങളും കൊടുത്തിട്ടുണ്ട്. സത്വം വെളുപ്പ്, രജസ് ചുവപ്പ്, തമസ് കറുപ്പ്, ജഡത്വം. ഇങ്ങനെ കിടക്കുക വെറുതെ ഒരു പണിയും ചെയ്യാണ്ട്. പണ്ട് ഏതൊരു തറവാട്ടിൽ കേട്ടിട്ട് ഒരു വഴക്കൊല കെട്ടി തൂക്കും അത്രേ, താഴെ കട്ടിലിടുന്നു, എന്നിട്ട് ഇടയ്ക്ക് ഇത് പഴം വലിക്കും, ഒന്ന് കഴിക്കും, തൊഴിൽ ജനലിൽ കൂടെ പുറത്തേക്ക് എറിയും, വീണ്ടും കിടക്കും, വീണ്ടും പറിക്കും, കഴിക്കും, പുറത്തേക്ക്. ഈ അന്യൻ സിനിമയിൽ ഒരു എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതിൽ ഒരുത്തം പാർക്കിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അവനെ അന്യൻ പിടിക്കാൻ പോകും. നീ എന്താ ഇവിടെ കിടക്കണമെന്ന് ചോദിച്ചു പറയും, നീ എന്തിനാ എന്നെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് ഇവൻ ഈ കിടക്കുന്നവൻ ചോദിക്കുക. നിന്നെ പോലെ ഒന്നും ചെയ്യാത്ത ചോമ്പേരിയായിട്ടുള്ള വ്യക്തികളെ വധിക്കാനാണ് ഞാൻ വന്നിരിക്കണമെന്നാണ് പറയും. അപ്പൊ അവൻ പറയുന്നത്, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, ഞാൻ റെസ്റ്റ് എടുത്തിട്ട് ടയേർഡായിട്ട് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാരെങ്ങനെയാണ്, വിശ്രമിച്ചിട്ട് ക്ഷീണിക്കും, വിശ്രമിച്ച് ക്ഷീണിച്ചിട്ട് പിന്നെ വിശ്രമിക്കുക. അപ്പം ജഡത്വം എന്ന് പറയും. രണ്ട്, കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം, കടുത്ത ആശയക്കുഴപ്പങ്ങൾ. ഒരു കാര്യം മുന്നിലുണ്ട്, പോംവഴി മുന്നിലുണ്ട്, സാധ്യത മുന്നിലുണ്ട്, എന്നിട്ടും എന്ത് ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം എന്നറിയായിക. ഇത് നമ്മളിൽ പലർക്കുള്ള കുഴപ്പം തമസ്സാണ്. മന്ദത എന്ന് പറയുന്നത്, ഒരു കാര്യം തുടങ്ങി എന്നാ ഇവിടുന്ന് അങ്ങോട്ട് നടന്നെത്തണമെങ്കിൽ ഒരു കൊല്ലെടുക്കും. ഇവിടുന്ന് ഒന്ന് അങ്ങടേക്ക് എത്തണമെങ്കിൽ നമ്മൾ പറയും, ഒന്ന് വേഗം വരൂ എന്ന് പറയും. ആ മന്ദത, എന്ത് കാര്യത്തിനും സാരീക ഇങ്ങനെ പോക്ക്, ഇതാണ് മന്ദത. ഇതും തമസ്സാണ്. ഉറക്കം, വെറുതെ ഉറങ്ങുക, അസമയങ്ങളിൽ ഉറങ്ങുക. 11 മണിയായ ഒരു ചായ കിട്ടിയില്ലെങ്കിൽ ഉറക്കം, ചായ കുടിച്ചാൽ 11:30 പിന്നെ ഒരു ഉറക്കം, ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ ഉടനെ വീണ്ടും ഒരു ഉറക്കം, സന്ധ്യയ്ക്ക് കിടന്നുറക്കം. സന്ധ്യയ്ക്കുള്ള ഉറക്കമാണ് തമസിന്റെ ഹൈറ്റ്. സന്ധ്യാനേരം ഉറങ്ങാനോ ഇണചേരാനോ പാടില്ലാത്ത സമയമാണ്. അസുരജന്മങ്ങൾ ഉണ്ടാവുമെന്നാണ് ഭാഗവതം പറയണത്. ഹിരണ്യേശുവിന്റെ ഹിരണ്യാക്ഷന്റെയും ജനനം തന്നെ അങ്ങനെയാണ്. അപ്പൊ തമസിന്റെ ഹൈറ്റ് അതാണ്. ഇപ്പൊ ഞാൻ ഏകദേശം ഈ ഗുണങ്ങൾ എന്താന്ന് പറഞ്ഞു, ഉറപ്പിക്കുക മനസ്സിൽ. എല്ലാ അനുഭവങ്ങളും ഈ 3 ഗുണങ്ങളെ കൊണ്ടാണ് നിയന്ത്രിക്കപ്പെടുന്നത്. ഈ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടല്ലേ നമ്മുടെ ജീവിതത്തിലെ സകല അനുഭവങ്ങളും. ഇതിന്റെ പുറത്തൊന്ന് കാണിച്ചു തരാൻ പറ്റും ആർക്കെങ്കിലും? പറ്റില്ല. ആത്മാവ് പക്ഷെ ഇതിലൊന്നുമല്ല ഇരിക്കണമെന്നാ ഭഗവാൻ പറയണം അർജുനന്റെ അടുത്ത്. ഈ 3 ഗുണങ്ങളല്ല നമ്മൾ എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. നമ്മൾ ഈ 3 എണ്ണത്തിൽ നിന്ന് രക്ഷപ്പെടും. നമ്മളൊരു സാക്ഷിയായിട്ട് മാറി എന്നിട്ടോ, എന്നിൽ ഇപ്പൊ സത്വഗുണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശാന്തനായിട്ടിരിക്കുമ്പോൾ മാറി എന്ന് നോക്കുമ്പോൾ, ദേഷ്യം വരുമ്പോൾ മാറി എന്നോ, എന്നിലിപ്പോ രജസും തമസും ചേർന്ന് വർക്ക് ചെയ്യുന്നു. സങ്കടം വരുമ്പോൾ എന്നിലിപ്പോ തമസ്, നിരാശ അധികരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു കാര്യം ചെയ്യാനായിട്ട് ചാടി ഇറങ്ങി പുറപ്പെടുമ്പോൾ രജസ്സാണ് ഇപ്പൊ എന്നിൽ വർക്ക് ചെയ്യണം. ഇത് കുറച്ചു കാലം ശീലിച്ചു നോക്കാനാ പറഞ്ഞു ഭഗവാൻ. ഏറ്റവും വലിയ പ്രാക്ടിക്കൽ എക്സസൈസാണ്. അപ്പൊ മെല്ലെ 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 ഈ 3 ഗുണവും നമ്മുടെ മനസ്സിലെ വികാരങ്ങളിൽ നിന്ന് നമ്മളൊന്ന് സെപ്പറേറ്റ് ആയിട്ട് വരും. ആദ്യത്തെ ദിവസം പറ്റിയെന്ന് വരില്ല, രണ്ടാമത്തെ ദിവസം കുറച്ച് ബെറ്ററാവും. 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ശോകം വന്നാലും എന്ത് സന്തോഷം വന്നാലും, സന്തോഷം വേറെ നിൽക്കും, ശോകം വേറെ നിൽക്കും, നിങ്ങൾ സ്ഥിരമായിട്ട് അപ്പുറത്ത് നിൽക്കും. കല്ലേറ് കിട്ടിയാലും പൂമാല കിട്ടിയാലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഒക്കെ ഭഗവാനിലേക്ക് സമർപ്പിച്ച് നിൽക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. എന്നിട്ട് നല്ല ലൗകിക ജീവിതം ജീവിച്ചൂടെ? ആരും കാഷായം കൊടുത്തിട്ട് കാട്ടിപ്പോണെന്ന് പറയുന്നില്ലല്ലോ ഭഗവാൻ. ഭഗവാൻ ഗൃഹസ്ഥനായിരുന്നു, ഗൃഹസ്ഥനായിട്ടിരിക്കൂ എന്നാ പറഞ്ഞത്. ലൗകികത വലിച്ചെറിഞ്ഞിട്ട് പോകാൻ ഭഗവാൻ പറഞ്ഞിട്ടേ ഇല്ല, എവിടെയും പറഞ്ഞിട്ടില്ല.
അതിലെ പ്രധാനപ്പെട്ട ശ്ലോകം, ആ പ്രമാണത്തിനെ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം 5-ാമത്തെ ശ്ലോകമാണ്. 14-ാമത്തെ അധ്യായത്തിൽ നോട്ട് എടുക്കുന്നവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയുകയാണ്. സത്വം രജസ്തമ ഇതി ഗുണാ പ്രകൃതി സംഭവ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. പ്രകൃതിയിൽ നിന്നുണ്ടായിട്ടുള്ള ജനിച്ച ഗുണങ്ങൾ നാശമില്ലാത്ത ആത്മാവിനെ ശരീരവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു അർജുന എന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ നമ്മൾ എങ്ങനെയാ കുടുങ്ങിയതെന്ന്? പ്രകൃതിയുടെ ഉണ്ടായിട്ടുള്ള ഈ 3 ഗുണങ്ങളാണ് നമ്മുടെ ആത്മാവിനെ ഈ ശരീരമായിട്ട്, അമ്മയുടെ വയറ്റിൽ ഒരു കോശമായിട്ടുണ്ടായ നമ്മളെ ഇപ്പൊ 50 വയസ്സിലും 60 വയസ്സിലും 70 വയസ്സിലും 15 വയസ്സിലും 4 വയസ്സിലും ഒക്കെ എത്തിച്ചു നിർത്തിയിട്ടുള്ള ആ ശരീരത്തിന്റെ അകത്ത് പാശയിട്ട് ഒട്ടിച്ച മാതിരി ആക്കി വെച്ചിരിക്കുന്നത് ഈ പ്രകൃതിയിൽ നിന്ന് ജനിച്ച ഈ 3 ഗുണങ്ങളാണ്. ഈ 3 ഗുണങ്ങളുടെ വേലിയേറ്റങ്ങളിൽ കൂടെയാണ് അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്ത് വന്നിടണുള്ളതെന്ന് പറഞ്ഞ് കരയണ സമയം തൊട്ട് നമ്മൾ പെട്ട് കിടക്കുന്നത്. കുട്ടിയാവുമ്പോൾ വിശപ്പ് വരും, മുലപ്പാൽ കിട്ടിയില്ലെങ്കിൽ കരയും. നോക്കൂ, അവിടെ ഈ ഗുണങ്ങളെ കളിക്കുന്നത്. സത്വം രജസ്. ചില നേരങ്ങൾ വെറുതെ കിടന്ന് ചിരിച്ചുകൊണ്ടിരിക്കണതാണ്, സത്വമാണ്. ഇപ്പം ഒരു കുഞ്ഞുവാവ് അങ്ങനെ കിടന്ന് ചിരിച്ചുകൊണ്ട്, അത് സത്വം. പെട്ടെന്ന് അതിൻ്റെ സ്വഭാവം മാറും. ചിലപ്പോൾ കോട്ടുവായിട്ട് കാണാം, അപ്പൊ തപസ് വർദ്ധിച്ചു. ചില സമയത്ത് ഉരുളാനും കമിഴാനും ഒക്കെ നോക്കും. നമ്മൾ ഇങ്ങോട്ട് പിടിച്ച് കിടത്തിയാൽ അങ്ങോട്ട്, അപ്പൊ രജസ വർദ്ധിച്ചിരിക്കുക. ഇതിനെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലേക്കും ചിന്തിച്ചു നോക്കൂ. കൃത്യമായിട്ടുള്ളൊരു മാപ്പിംഗ് നമുക്ക് കിട്ടും. ഇത് ഭഗവാൻ ശരിക്കൊരു കീ ഇട്ട് തരികയാണ്. ഇത് വലിയ സിദ്ധാന്തമൊന്നുമല്ല, ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിത്യേന നടക്കുന്ന ഒരു കാര്യം. നിങ്ങൾ മേഴ്സിഡീസ് ബെൻസ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചാലും ജീൻസ് ഇട്ട് നടന്നാലും അകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യോഗിയാണ്. നിങ്ങൾ വേഷം മാറണ്ട, രുദ്രാക്ഷം ധരിക്കണ്ട, കുറി പോലും തൊട്ടണ്ട, അമ്പലത്തിൽ പോലും വരണ്ട. ഇത് കിട്ടിയിട്ട് അമ്പലത്തിൽ വന്നാൽ ഇവിടെ വന്നിട്ട് എന്ത് കിട്ടണമെന്നുണ്ടോ അത് ശരിക്കും കിട്ടുകയും ചെയ്യും. അല്ലാതെ നിങ്ങൾ 1000 തവണ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ വന്നതുകൊണ്ടും കിട്ടേണ്ടത് കിട്ടാതെ പോവുകയും ചെയ്യും. അപ്പോഴാണ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, കുടുംബത്തിലെ പ്രശ്നങ്ങൾക്കും കുടുംബത്തിലെ അവനവൻ്റെ പ്രശ്നങ്ങൾക്കും വേണ്ടിയിട്ട് വന്നിട്ട് വജ്രക്കടയിൽ വന്ന് മുട്ടുസൂചി ചോദിക്കുന്ന മാതിരി അമ്മയുടെ അടുത്ത് വന്നിട്ട് ഓരോന്നും ചോദിക്കാൻ പാടില്ല എന്നല്ല, അത് പെറ്റമ്മയാണ്. അമ്മയോട് തന്നെ ചോദിക്കുന്നുണ്ട്, ഭഗവാനോട് തന്നെയാണ് ചോദിക്കേണ്ടത്. അതിൻ്റെ പക്ഷെ എപ്പോഴും ഓർമ്മ വേണം, ഇതല്ല ചോദിക്കേണ്ടത്, അതുണ്ടായാൽ മതി. ചോദിക്കാൻ പാടില്ല എന്നല്ല, പക്ഷെ ഇതിനല്ല അവരവിടെ ഇരിക്കണത് എന്ന ബോധം കുറച്ചെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ പടി കയറി പോകും. എന്നും നമുക്ക് ഈ ചക്രത്തിൽ കിടക്കാൻ പറ്റില്ലല്ലോ, രക്ഷപ്പെടണ്ടേ. എന്നും മക്കളെ കുടുംബത്തിന്റെ കാര്യം നോക്കിയിട്ടിരുന്നാൽ മതിയോ? പോരാ. ഈ കുടുംബം എന്ന് വന്നു, നമ്മുടെ ഒരു 20 വയസ്സിന് ശേഷം നമുക്ക് ഇവരെയൊക്കെ പരിചയം. നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ 20 വയസ്സിന് മുമ്പ് പരിചയമുണ്ടോ? എനിക്കറിഞ്ഞോളൂ അങ്ങനെ പരിചയമുള്ളവർ. അതൊക്കെ അങ്ങനെ സിദ്ധിയുള്ള ആൾക്കാരായിരിക്കും. നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന അമ്മമാരിൽ എത്ര പേർക്ക് അവരുടെ 10 വയസ്സിന് മുമ്പ് അവരുടെ മക്കളെ പരിചയമുണ്ട്, അവരുടെ ഭർത്താക്കന്മാരെ പരിചയമുണ്ട്? ഉണ്ടാവില്ല. 99% പേർക്ക് ഉണ്ടാവില്ല. അപ്പൊ ഒക്കെ കൂടിയ ആൾക്കാരാ. ഇവരൊക്കെ പോവുകയും ചെയ്യും, നമ്മളും പോവും. അവശേഷിക്കുന്ന ഒന്ന് മാത്രമാണ്, അതാ ഗ്രേസ് എന്ന് പറയും. അത് മനസ്സിലാക്കാനാണ് ഈ വിദ്യ ഭഗവാൻ പറഞ്ഞത്. 2-ാമത്തെ പ്രമാണം പറയണു, ഓരോ ഗുണവും നമ്മളെ ഒരേപോലെയല്ല പിടിച്ചു കിട്ടുക, വ്യത്യസ്ത രീതിയിലാണ് പിടിച്ചു കിട്ടുകയെന്ന്. എങ്ങനെ പിടിച്ചു കിട്ടുമെന്ന് പറയാം. പിടിച്ച് കെട്ടണമെന്ന് പഠിച്ചു, ഇനി എങ്ങനെ പിടിച്ചു കെട്ടണമെന്ന് പഠിക്കണം, എന്നാലേ കെട്ടഴിക്കാൻ പറ്റുള്ളൂ. ഒരു ഗുണത്തിന്റെ രീതിയിൽ വേറൊന്നിന്റെ കെട്ടഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഓരോന്നിനും ഓരോ രീതിക്ക് വേണം കെട്ടഴിക്കാൻ. നമ്മൾ ക്ലാവിനെ കെട്ടിയിട്ടുള്ള ആ കൊണ്ടുപോയിട്ട പോലെ അല്ലല്ലോ തള്ള പശുവിനെ കൊണ്ടുപോകാം. ഓരോന്നിനും ഓരോ രീതിക്ക് കൊണ്ടുപോകാം. എന്ത് പശുവിലൊക്കെ മിൽമയപ്പോ. അപ്പം ബന്ധനം ഒരേപോലെ അല്ല. നമ്മൾ വിചാരിക്കും ഞാനും ബന്ധനത്തിലാണ് അവരും ബന്ധനത്തിലല്ല. നമ്മൾ ഓരോരുത്തരുടെയും കെട്ടുപാട് യുണീക്കാണ്. ഓരോരുത്തർക്കും തനതാണ്. ഒരാളുടെ പോലെ ഒരു കെട്ടുപാട് വേറൊരാൾക്ക് പ്രപഞ്ചത്തിൽ ഉണ്ടാവില്ല. എന്തിന്? നന്മ ചെയ്യുന്നത് പോലും അർജുന ബന്ധനം ഉണ്ടാക്കണമെന്ന് ഭഗവാൻ സൂചിപ്പിക്കുന്നു. നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ബന്ധനമുണ്ട്. നല്ലത് ചെയ്യുമ്പോൾ എവിടെ സംഭവിക്കണം ബന്ധനം? ഞാൻ നല്ലത് ചെയ്തു എന്ന് അഹങ്കരിക്കും നമ്മൾ. ഞാൻ ദാനം കൊടുത്തു, ഞാനാണ് അമ്പലത്തിൽ ആ ഗേറ്റ് വെച്ചത്. ഞാൻ പല സ്ഥലത്തും മുമ്പ് പറയാറുണ്ട്, ഡൊണേറ്റഡ് ബൈ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ മുകളിൽ ചവിട്ടി കിടക്കും. പണ്ട് ന്യൂസ് പേപ്പറിൽ ചവിട്ടിയാൽ തൊട്ടുതലേ വെക്കണമെന്ന് പഠിപ്പിച്ച പൂർവീകരണം നമ്മുടെ. എന്നിട്ട് നമ്മൾ അമ്പലത്തിന്റെ പ്രദക്ഷിണ വഴി മുഴുവൻ കല്ലിൽ കൊത്തിവെക്കും, ഡൊണേറ്റഡ് ബൈ ഇന്ന അമ്മ ആൻഡ് ഫാമിലി, ഇന്ന അച്ഛൻ ആൻഡ് ഫാമിലി. എന്നിട്ട് അതിൽ ചവിട്ടി കിടക്കുക അക്ഷരത്തിൽ. സകല സ്ഥലത്ത് ശ്രീകോവിൽ മാത്രം ഇന്നേ വരെ എവിടെയും ഞാൻ ഭാഗ്യത്തിൽ കണ്ടിട്ടില്ല ഡൊണേറ്റഡ് ബൈ. ഇനി വിഗ്രഹത്തിന്റെ മുകളിലും വരും. ആ കീർത്തിമുഖനില്ലേ വ്യാളി, അതിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ടാവും ഡൊണേറ്റഡ് ബൈ. അതൊക്കെ വരും ഇനിയുള്ള കാലത്ത്. കമേഴ്ഷ്യലൈസേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ കർത്തൃത്വബോധം, ഞാൻ ചെയ്തു, ഞാൻ ദാനം ചെയ്തു, ഞാനാണ് അത് ചെയ്തത്, എന്നെപ്പോൾ ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല, അതും
അതും പെടും. എന്നെ ഒന്നും അതിന് കിട്ടില്ല, ഞാൻ അങ്ങനത്തെ പ്രവൃത്തിയൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മതി, കിട്ടി കുട്ടിക്ക്. ആഹാ, അങ്ങനെയുണ്ടോ? ഈ പ്രത്യേകിച്ച് ഈ അകത്തിരിക്കാനുള്ള സ്വഭാവം, പ്രകൃതി അത്. നമ്മൾ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അത് പറയും, അല്ല അത് അങ്ങനെയെന്ന്. സ്ക്രിപ്റ്റ് പൊളിക്കും. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ അത് അങ്ങോട്ട് വിളിച്ചോണ്ടു. കുട്ടി അങ്ങോട്ട് ഓടുമ്പോൾ അമ്മ ഇങ്ങോട്ടല്ലേ വിളിച്ചോണ്ട് പോകാം. ശ്രദ്ധിച്ചിട്ടില്ലേ? ഏതെങ്കിലും അമ്മ കുട്ടി ഓടുന്നതിൻ്റെ പുറകെ ഫുള്ള് പോവുമോ? കുറച്ച് ദൂരമൊക്കെ വിടും, പിന്നെ ഇങ്ങോട്ട് വാവട്ടെ പുറത്തിങ്ങനെ പിടിച്ചോണ്ട്. ഇതാണ് നടക്കുന്നത്. അപ്പൊ ബന്ധനം, നന്മ പോലും ബന്ധനം ഉണ്ടാകും. സത്വം എങ്ങനെയാ ബന്ധിക്കുക എന്ന് ചിന്തിക്കും ആൾക്കാർ. സത്വം നല്ലതല്ലേ, സത്വഗുണം വളർത്തല്ലേ വേണ്ട. ഇതാ പറയണു, സന്തോഷത്തിൽ കൂടി അറിവ് കൂടിയും ബന്ധിക്കും. ഒരുപാട് സന്തോഷം തരും. സത്വഗുണം എപ്പോഴും സന്തോഷം തരും. അപ്പൊ കുറെ കഴിയുമ്പോൾ വിചാരിക്കും ഞാൻ ഇതാണെന്ന്. അപ്പൊ പൊടുന്നതിന് ഒരു ദുരന്തം അങ്ങോട്ട് വരുമ്പോൾ താങ്ങാൻ പറ്റില്ല, ആടി. പിന്നെ ആ കടന്നുപോയ ഗതകാല സന്തോഷത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള കരച്ചില്ല. അപ്പോഴാണ് സന്തോഷത്തിന്റെ കെട്ടറിയ അങ്ങനെ മുറുക്കി 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 പണ്ട് അനുഭവിച്ച സന്തോഷം ആലോചിച്ചിട്ട് അപ്പം സങ്കടം. സന്തോഷം കിട്ടിയില്ലേ? അറിവ് ഇതൊക്കെ ഇവിടുന്ന് കിട്ടി. ഇനി വീട്ടിൽ പോയിട്ട് ആ ചരത്തേരദാസൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറഞ്ഞു, എനിക്ക് ഓർമ്മയുള്ളതൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി വിരുദ്ധമായിട്ടുള്ള കുറെ കഥകൾ പറഞ്ഞു കൊടുക്കും. പിന്നീട് ഇത് ആരെങ്കിലും കാണും പറയും, സാറ് ഇങ്ങനെ പറഞ്ഞോ? ഞാനിപ്പോ പറഞ്ഞു. അറിവ് നമ്മളെ ബന്ധിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ എന്തോ ഒന്ന് ധരിച്ചു വെച്ചു, എന്നിട്ട് അത് വെച്ചിട്ടാണ് പിന്നെ നമ്മുടെ ജീവിതം മുഴുവൻ. അതിനെ ആരെങ്കിലും എതിർത്താൽ പിന്നെ ആളെ നമ്മൾ വധിക്കും. നമ്മൾ ധരിച്ചു വെച്ചതേ അബദ്ധമായിരിക്കും, അയാൾ പറഞ്ഞായിരിക്കും ശരി, പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഈഗോ. കാരണം നമ്മുടെ കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ചു പോയ പോലെ അവസ്ഥയാവും. അപ്പൊ തമസ് അല്ല സത്വം അറിവിനെ കൊണ്ടും ബന്ധിക്കും. ഈ ഒരുപാട് അറിവുള്ള ആൾക്കാർക്കൊക്കെ സംശയിക്കും. ഒരുപാട് അറിവുള്ള, ഞാനിപ്പോൾ 19 വയസ്സിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അന്ന് കയറൂരി വിട്ട മാതിരിയാണ് പോയിട്ട് ഷോർട്ട് ഫിലിം ചെയ്തു. ഇന്നത്തെ മാതിരി മൊബൈലുള്ള കാലമൊന്നുമല്ല, കഷ്ടപ്പെട്ട് ക്യാമറ കൊണ്ടുവന്നു. പക്ഷെ എന്നാലും സ്വാതന്ത്ര്യമുണ്ട്, ചെറുപ്പമാണ്. കുറച്ചുകൂടെ വർഷങ്ങൾ കഴിഞ്ഞു. ആ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് ഇന്ന് എനിക്കൊരു ഷോർട്ട് വയ്ക്കാൻ പറ്റില്ല. ഒരു പരസ്യമാണെങ്കിലും ഒരു സിനിമയുടേതാണെങ്കിലും എനിക്ക് പേടിയാണ്. ഞാൻ 100 കാര്യം ആലോചിക്കും. കാരണം എന്താ? അറിവ് കൂടിപ്പോയി, അതുകൊണ്ട് കുളമായി. മനസ്സിന്റെ അനന്തവിശാലമായിട്ടുള്ള ഭാവനയുടെ സാധ്യതകളെ ഒക്കെ കുളാക്കി. അതുകൊണ്ടാണ് ഈ ഫ്രെയിമുകളെ കാളി തകർക്കുന്നത്. കൃഷ്ണനും കാളിക്കും ഒരേ സ്വഭാവമാണ്. ഈ ഫ്രെയിം പൊട്ടിച്ചു കളയും. നമ്മളൊരു ഫ്രെയിം അടിച്ചു വെച്ചാൽ അവരെ വന്ന് പൊളിക്കും. കാരണം ഫ്രീഡം തരാനാണ്. സ്വതന്ത്രമായി ചിന്തിക്കൂ, സ്വതന്ത്രമായിട്ട് ചിന്തിക്കൂ, സ്വതന്ത്രമായിട്ട് ചിന്തിക്കൂ എന്നാണ്. അറിവ് ബന്ധനായ ഇതിൽ പരം വലിയൊരു കുഴപ്പം പറയില്ല. അറിവ് അഹങ്കാരവും ഭാരവുമായ. ജിതു കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞൊരു മഹാത്മാവുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ തലയെ കയറ്റി വെച്ചതൊക്കെ എത്ര ഇറക്കുവോ അത്രയും നിങ്ങൾ രക്ഷപ്പെടുന്നു. അൺലേൺ. ഈ തലയെ കയറ്റി വെച്ചിട്ടുണ്ടല്ലോ, ഒരു 100,000 പ്രഭാഷണം കേട്ടിട്ടും അത്രയും പ്രസംഗങ്ങൾ കേട്ടിട്ടും അതേപോലെ തന്നെ പത്രം വായിച്ചിട്ടും ഗ്രന്ഥം വായിച്ചിട്ടും അവർ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? ആലോചിച്ചു നോക്കൂ. ഭഗവാൻ അതാ പറഞ്ഞു, അർജുന അങ്ങനെ ചിന്തിക്കണമെന്ന്. ഞാനതിൻ്റെ കാമ്പ് കയറി കളിക്കുക, അല്ലാണ്ട് ശ്ലോകത്തിനെ എടുത്തിട്ടല്ല ഞാൻ പറയണത്. അതിൻ്റെ കാമ്പിലിരിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ സത്വം സന്തോഷത്തിൽ കൂടിയും അറിവിൽ കൂടിയും നമ്മളെ ബന്ധിക്കും. രജസ് കർമ്മത്തിൽ കൂടിയും ആഗ്രഹങ്ങളിൽ കൂടിയും ബന്ധിക്കും. ഞാനില്ലെങ്കിൽ ശരിയാവില്ല, വീട്ടിലെ അടുക്കള പണി ശരിയാവില്ല, അങ്ങേർക്ക് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ അവർക്കത്, ഞാനില്ലെങ്കിൽ ഓഫീസിൽ ശരിയാവില്ല, ഞാൻ പോയില്ലെങ്കിൽ അവിടെ ആ കാര്യം നടക്കില്ല. നമ്മൾ കർമ്മത്തിൽ ബന്ധിതരായതുകൊണ്ടാണ്. അത് നമ്മൾ കരുതണം നമ്മൾ അത്യന്താപേക്ഷിതരാണ്, നമ്മളെ ഒഴിച്ചുകൂടാൻ പറ്റില്ല, നമ്മൾ സ്വയം കൊണ്ട് എടുത്തങ്ങോട്ട് അണിയാൻ. ഇതാണ് കർമ്മം കൊണ്ടുള്ള ബന്ധനം. എനിക്കങ്ങനെ വിട്ടു നിൽക്കാനൊന്നും പറ്റില്ല, ഞാനില്ലെങ്കിൽ. ഇതാണ്. ഇനി ഇതിൻ്റെ വേറെ റിവേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ പോയില്ലെങ്കിലും അതൊക്കെ അവിടെ നടന്നോളും, അതും കുഴപ്പം. അതെങ്ങനെയാ പറയാൻ പറ്റുക? കർമ്മം കൊണ്ട് ബന്ധിക്കണം. അതാണ് രജസ് ചെയ്യണം. ആഗ്രഹത്തിൽ കൂടെ ബന്ധിക്കണം. ചിലവർക്ക് പൂർത്തിയാകാത്ത ആഗ്രഹങ്ങളുമായിട്ട് മരിച്ചു പോകും. ഒരാഗ്രഹത്തിന് വേണ്ടിയിട്ട് ചിലവർ ജീവിതം മുഴുവൻ ഹോമിക്കുന്നു. ഗുരുവായൂരപ്പ, അതിലാണ് എല്ലാവരും കഷ്ടപ്പെട്ട് ട്രാപ്പായി പോകുന്നത്. രജസിന്റെ ബന്ധനം കർമ്മത്തിൽ കൂടി ആഗ്രഹത്തിൽ കൂടെയാ. ഇനി തമസോ എങ്ങനെയാ ബന്ധിക്കുന്നത്? ഇതെന്റെ ഫേവറേറ്റ് ടോപ്പിക്. തമസ് ആദ്യം ബന്ധിക്കുന്നത് മോഹത്തിൽ കൂടെയാണ്. മോഹം ആഗ്രഹത്തിന്റെ അപ്പുറമാണ് മോഹം. അത് മാത്രമല്ല, ഒരു കാര്യത്തെ തെറ്റായി വിചാരിക്കുക. സർപ്പത്തിനെ കണ്ടിട്ട് അത് സ്വർണത്തിന്റെ ചങ്ങലയാണെന്ന് വിചാരിച്ചിട്ട് അത് വേണമെന്ന് പറഞ്ഞ പോലെയാണ് മോഹം. മോഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാടൻ ഭാഷയിൽ മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹത്തിന് തുല്യമായിട്ടുള്ള വരിക. പക്ഷെ സംസ്കൃതത്തിൽ മോഹത്തിന് കൂടുതൽ വിശാലാർത്ഥമാണ്. മോഹം എന്ന് പറഞ്ഞാൽ ഒന്ന് അങ്ങനെയാണെന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് അതിനു വേണ്ടി പ്രാർത്ഥിക്കുക, അതിന് വേണ്ടിയിട്ട് ജീവിക്കുക. പക്ഷെ അതായിരിക്കില്ല. ജീവിതാവസാനത്തിലാണ് മനസ്സിലാവുക ഇത് വിഷമായിരുന്നു.
ഇത് നമ്മളെ നശിപ്പിക്കാനുള്ളതായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാവും. അപ്പോഴേക്കും എന്താ വെച്ചാൽ ജീവിതം കഴിഞ്ഞു പോയി. അതോടുകൂടി നിരാശയുടെ പടുകുഴിയിലേക്ക് നമ്മൾ വീഴും. ഇത് മോഹം. പക്ഷെ അതിനേക്കാളും ഗംഭീരമായിട്ട് തമസ് നമ്മളെ ബന്ധിക്കുന്ന ഐറ്റം ഉണ്ട്. അത് ഞാൻ പറയാം, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് അശ്രദ്ധ. അശ്രദ്ധയിൽ കൂടെ, ശ്രദ്ധ എപ്പോഴൊക്കെ തെറ്റുന്നുണ്ടോ അപ്പോഴൊക്കെ ഉറപ്പിച്ചോളൂ, തമസ് നിങ്ങളെ കയറി പിടിക്കാൻ നോക്കുന്നുണ്ട്, അല്ല അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. അശ്രദ്ധയിൽ കൂടെയും മോഹത്തിൽ കൂടെയും തമസ് നിങ്ങളെ ബന്ധിക്കുന്നു. 6 തൊട്ട് 8 വരെയുള്ള ശ്ലോകങ്ങൾ അതില് വിശേഷമാണ്. പ്രത്യേകിച്ച് സത്വം നിർമ്മലത്വാ പ്രകാശകമനാമയം സുഖസംഖ്യേന ബധ്നാതി ജ്ഞാനസംഖ്യേന ജാനക രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗ സമുദ്ഭവം. ഈ ശ്ലോകം തന്നെ വിഘ്നാതി കൗന്ദേയ കർമ്മസംഖ്യേന ദേഹിനം തമസ്ത്വജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിന പ്രമദാലസ്യ നിദ്രാവിസ്തന്നി ബധ്നാതി ഭാരത. ബന്ധനമുണ്ടാവണത് അർജുന ദുഃഖം കൊണ്ട് മാത്രമല്ല. നമ്മളൊക്കെ വിചാരിക്കുന്ന ദുഃഖം കൊണ്ടാണ് ഞാൻ കെട്ടപ്പെട്ട അവസ്ഥയെന്ന. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുഖം, അതുപോലെ വിജയം, അറിവ്, ഇത് മൂന്നും നമ്മൾക്ക് സാധാരണഗതിയിൽ ജീവിതത്തിൽ പോസിറ്റീവാണ്. നല്ല സുഖം, ഹാപ്പി ആയിട്ടിരിക്കുക. ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടു, അതിൽ വിജയം കിട്ടി. നല്ല അറിവ്, ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഒരു അറിവ് കിട്ടുമ്പോൾ തന്നെ യുദ്ധം ബാധി ജയിച്ച മാതിരിയാണ്. എങ്ങനെ യുദ്ധം ചെയ്യണം, എങ്ങനെയാ നമ്മുടെ കാലഘട്ടത്തിൽ ഭരണകൂടങ്ങളും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളും സാധാരണ മനുഷ്യനെ അടക്കി വെക്കുന്നതെന്ന് ചോദിച്ചാൽ അറിവ് സാധാരണക്കാരനിലേക്ക് എത്തുന്നതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ്. എത്ര പേർക്ക് സർക്കാർ ഇന്നിന്ന സ്കീമുകൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിട്ടെന്ന് ഇന്നറിയും? ഒരു സിമ്പിൾ ചോദ്യം, എത്ര പേർക്കറിയാം? പൊതുജനക്ഷേമത്തിന് വേണ്ടിയിട്ട് ഇന്നിന്ന സ്കീമുകൾ ഉണ്ട് എന്ന് വ്യക്തമായിട്ട് അറിയണ വോട്ട് ചെയ്യുന്ന വ്യക്തികൾ എത്ര പേരുണ്ടാവും നമ്മുടെ നാട്ടിൽ? ഉണ്ടാവില്ല. എന്നാൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നവർക്ക് അതറിയും. കുറച്ചുകൂടി ഉയർന്ന തട്ടിലുള്ളവർക്ക് അങ്ങനെ ഒരു സ്കീം വരുന്നതിന് മുന്നേ അറിയും. ഒരു സ്ഥലത്ത് വിമാനത്താവളം വരുന്നു എന്നുള്ളതിന് മുന്നേ അതിൻ്റെ ചുറ്റുമുള്ള ഭൂമി വാങ്ങിക്കൊട്ടും. എന്നിട്ട് ആ വിമാനത്താവളം പ്രഖ്യാപിക്കുക. അപ്പൊ ഭൂമിയുടെ വില കയറും. ഇത് അറിവിന്റെ വെച്ചുള്ള കളിയാണ്. സോ ഇൻഫർമേഷൻ പവറാണ്. രാജ്യങ്ങൾ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് കളിക്കുന്നത്. വലിയ വലിയ രാജ്യങ്ങളുടെ കയ്യിൽ വലിയ വലിയ ഇൻഫർമേഷനാണ്. ദാരിദ്ര്യമുള്ള രാജ്യങ്ങളുടെ കയ്യിൽ ഇൻഫർമേഷൻ ഇല്ല. അപ്പൊ ഭഗവാൻ പറയുക, സുഖമാണെങ്കിലും വിജയമാണെങ്കിലും അറിവാണെങ്കിലും ഇത് മൂന്നും നീ പോലും അറിയാണ്ട് അർജുന വേദനകളെക്കാട്ടിലും ദുഃഖങ്ങളെക്കാട്ടിലും സൂക്ഷ്മമായിട്ട് നുഴഞ്ഞു കയറി വന്നിട്ട് നിന്നെ പിടിച്ച് കെട്ടിയിടുന്നു. നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ വിജയങ്ങൾ നമ്മളെ ഉന്മത്തരാക്കും. നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ സുഖജീവിതം നമ്മളെ പിടിച്ചു കെട്ടിയിടും. നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ അറിവ് നമുക്ക് വലിയ ശാപമായിട്ട് തീരും. അതുകൊണ്ട് സൂക്ഷിച്ചോ എന്ന് പറയും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട തത്വം, ഗുണങ്ങൾ തമ്മിൽ മത്സരിക്കുന്നുണ്ട്. ഒരു സമയത്ത് ഒന്ന് ആധിപത്യം സ്ഥാപിക്കണമെന്ന്. സത്വം ഇടിച്ചു കയറാൻ നിൽക്കുമ്പോൾ രജസ് പറഞ്ഞ് മാറി നിൽക്കണ ഞാനാണെന്ന് പറഞ്ഞിട്ട് വരും. അത് മിണ്ടാണ്ടിരിക്കട്ടെ, ഞാൻ കുറച്ചു നേരം സൈലന്റ് ആയിട്ട് എന്ന് മനസ്സ് വിചാരിക്കുമ്പോൾ അല്ല, എനിക്ക് പിടിപ്പത് പണിയുണ്ട് പോയിട്ട് എന്ന് രജസ് പറയും. ആ പിടിപ്പത് പണിക്ക് വേണ്ടി പുറപ്പെടുക, ഇന്ന് വേണ്ട എന്ന് തമസ് ഇടിച്ചു കയറും. ഇത് തമ്മിലുള്ള സംഘട്ടനാണ് നമ്മുടെ അകത്ത്. ഇന്നിവിടെ ഉള്ള വന്നിട്ടുള്ളവരൊക്കെ രാവിലെ ഇവിടെ വന്ന് ഈ തിരക്കിലൊക്കെ എന്തിനാ വന്നിരിക്കണമെന്ന് ആലോചിച്ചിരുന്നെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. നിങ്ങൾക്ക് വരണം എന്ന് തോന്നി, അമ്മയെ കാണണം തോന്നിയ സത്വഗുണം കൊണ്ട് നിങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു. പക്ഷെ വണ്ടി ബസ്സിൽ കയറി എങ്ങനെയെങ്കിലും എത്തണം. അപ്പൊ രജസ വർക്ക് ചെയ്യണത്. ബസ്സിലെ ഇടിയും കുത്തും കൊണ്ട് ഇവിടെ വന്ന് നടന്ന് ഈ വെയിലോ അതൊക്കെ കൊണ്ട് വരുമ്പോൾ ഒന്ന് തിരിച്ചു പോയാൽ മതി ഒന്ന് കണ്ടിട്ട്. അപ്പൊ തമസ് കയറി. ഇതിങ്ങനെ സംഘട്ടനം സംഭവിച്ചുകൊണ്ടിരിക്കും ഉള്ളിൽ. ഈ സംഘട്ടനം തന്നെ നമ്മുടെ മനസ്സിനെ തളർത്തും, നമ്മുടെ ഊർജം കളയും. അപ്പൊ ഭഗവാൻ പറയണത്, ഇത് മൂന്നിന് മാറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് രക്ഷപ്പെടാം. ഇതിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇതവിടെ ഉണ്ടാവും. ഈ പ്രശ്നങ്ങളൊക്കെ സദാകാലവും നമ്മളിൽ ഉണ്ടാവും, ഒന്നും പോവില്ല. പക്ഷെ അതായിട്ട് ഒട്ടി നിൽക്കരുത്. ഈ വിദ്യ പറഞ്ഞത് അങ്ങനെ ഒട്ടി നിന്നാലുള്ള ഗുണമുണ്ട്. ശരിക്കും ഈ അധ്യായത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ, നമ്മൾ അനുഭവിക്കുന്ന ഇന്ന് പറയുന്ന വാക്കുകളാണ് സ്ട്രെസ്, ആങ്സൈറ്റി, ഫ്രസ്ട്രേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞ വാക്കുകളാണ്. ഈ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിമുറുക്കം, സമ്മർദ്ദമാണ്. ഇപ്പൊ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള നമ്മുടെ വെപ്രാളമാണ് ഈ സ്ട്രെസ്. വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ നടക്കുമോ എന്ന് ആലോചിച്ചിട്ടുണ്ടാവണ ഉത്കണ്ഠയാണ് ആങ്സൈറ്റി. സ്ട്രെസ്സും ആങ്സൈറ്റി ഒന്നല്ല, രണ്ടാണ്. ഇത് രണ്ടിൻ്റെയും സിദ്ധൌഷധമാണ് ഈ ചാപ്റ്റർ.
ഗീതയുടെ 14ാമത്തെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഗുണങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കിയാൽ ഇത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയാൽ ഈ പറയുന്ന സ്ട്രെസ്സും ഇല്ല, ആങ്സൈറ്റിയും ഇല്ല, ഒരു ചുക്കും ഇല്ല. കാരണം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മുന്നിൽ ലക്ഷക്കണക്കിന് പട കയ്യിൽ അസ്ത്രശസ്ത്രങ്ങളുമായിട്ട് നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരാൾ നിന്നിട്ട് ഈ വേദാന്തം പറഞ്ഞു കൊടുക്കുന്നത്. അവിടുന്ന് ഒരു ശരം വന്നാൽ മതി, അർജുനന്റെ ശരീരം മുറിയും. അവരൊക്കെ മര്യാദക്കാരായതുകൊണ്ടാ. അതിലേതെങ്കിലും ഒരു വികൃതി കുട്ടി അന്നുണ്ടായിരുന്നെങ്കിൽ രണ്ടുപേരുടെ നേർക്ക് ഒരു അമ്പ് വിട്ടേനെ. അപ്പോൾ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് അത് പറയുന്നത്. നമ്മളെമാതിരി സുഖമായിട്ട് എല്ലാ പ്രശ്നങ്ങളും ഒതുക്കി വന്നിരുന്നിട്ട് ഗീതയുടെ 14ാമത്തെ അധ്യായം കേൾക്കണ അവസ്ഥയിലായിരുന്നില്ല അർജുനൻ. അപ്പോൾ ഗുണങ്ങൾ തമ്മിൽ മത്സരിക്കുന്നുണ്ട്. 3 ഗുണങ്ങളും സദാ നമ്മുടെ അകത്തുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു നിമിഷം എടുത്താൽ ആ ഒരു നിമിഷത്തിൽ ഒന്നാണ് മനസ്സിനെ ഭരിക്കുക. ഏതെങ്കിലും ഒന്നിനെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവുള്ളൂ. പക്ഷെ അടുത്ത സെക്കൻഡ് അടുത്ത് വരും. അപ്പൊ നമുക്കിത് കലർന്നു തോന്നും. അതായത് ചെയ്യും വേണം, എന്നാ പോവാൻ മടി. രജസ്സും തമസ്സും. എന്നിട്ട് നമ്മൾ കപടമായിട്ട് പറയും, എനിക്കിതിലൊന്നും താല്പര്യമില്ല, ഞാൻ ശാന്തനായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് തമസിന്റെ വേഷം കെട്ടിയ അല്ല, അതിന് സത്വത്തിന്റെ വേഷം കെട്ടിയ തമസാണ്. ചില ആൾക്കാരുണ്ട്, ഞാൻ വളരെ ശാന്തനാണ്, ഞാൻ ഇതിനൊന്നും പോയില്ല. സത്യം പറഞ്ഞാൽ അവരുടെ ഒളിച്ചോട്ടാത്, എസ്കേപ്പിസ്റ്റുകൾ. ജീവിതത്തിന്റെ പ്രാരബ്ധങ്ങളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും ഒളിച്ചോടുന്നവൻ ഈ വേഷം കെട്ടും. എന്നിട്ട് പറയും ഞാൻ സത്വഗുണത്തിന്റെ ആളാണ്. അത് തമസ് വേഷം കെട്ടിയിരിക്കുക സത്വഗുണത്തിന്റെ. ഇതും തിരിച്ചറിയാൻ പറ്റണം. അതുകൊണ്ട് സത്വത്തിന്റെ ആധിക്യം എപ്പോൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള വിദ്യ ഭഗവാൻ പറഞ്ഞു. ഒരു കാര്യം നിനക്ക് വ്യക്തമായിട്ട് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു കാര്യത്തിനെ കുറിച്ച് നല്ലൊരു ഉൾക്കാഴ്ചയുണ്ടോ? എനിക്ക് അറിയായിരുന്നു ഇത് അപ്പോഴേ എങ്ങനെയാ സംഭവിക്കുക. ആ അവബോധം ഉണ്ടാവുക. സാന്ദ്രാനന്ദാവബോധം അതിന്റെ മുകളിലുള്ള ആളാണ്. ഇതിപ്പോ താഴത്തെ അവബോധം പറഞ്ഞത്. ഭട്ടതിരി പറഞ്ഞ സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവദിഭ്യ. ആ അവബോധം ഇതിൻ്റെ ഒക്കെ മുകളിലിരിക്കുന്ന അവബോധമാണ്. പക്ഷെ ബേസിക് കോൺഷ്യസ്നസ് ഇതുണ്ടെങ്കിൽ അപ്പൊ സത്വമാണ് നമ്മുടെ മനസ്സ് എന്ന് നമുക്ക് മനസ്സിലാവും. വെറുതെ ഡിസ്റ്റർബൻസ്, ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുക, ഒരു ഇറിറ്റേഷൻ, അസ്വസ്ഥത, എന്ത് ചെയ്തിട്ട് രാത്രി ഉറക്കം കിട്ടായക, പിന്നെ അലഞ്ഞു നടക്കാൻ തോന്നുക, ഒരു സ്ഥലത്ത് ഇരിപ്പുറക്കില്ല, അല്ലെങ്കിൽ എത്ര കിട്ടിയാലും മതിയാവാത്ത അവസ്ഥ, ആർത്തി, ഇതൊക്കെ സംഭവിച്ച രജസ്സാണ്. ഇങ്ങനെ മനസ്സിനെ ശ്രദ്ധിക്കണം, അവനവന്റെ മനസ്സിനെ ശ്രദ്ധിക്കണം. പല സ്ഥലത്തും പറയാറുണ്ട്. പക്ഷെ ഇത്രയും നമ്മളൊരു ക്ഷേത്ര സങ്കേതത്തിൽ ഇത്രയും പേര്, ഇത്രയും അമ്മമാർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാമം ജപിക്കാൻ പഠിപ്പിക്കുന്നതിന് മുമ്പേ തന്നെ അവരെ പഠിപ്പിക്കേണ്ടത് അവനവനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാനാണ്. കുട്ടി കരയുമ്പോൾ, കുട്ടി വേദനിക്കുന്നു, സങ്കടപ്പെടുമ്പോൾ നിനക്ക് സങ്കടം തോന്നണത് എവിടെയാ ചോദിക്കുക. അപ്പൊ കുട്ടി പറയും നെഞ്ചി തൊട്ടിട്ട് ഇവിടെ സങ്കടം, ഇവിടെ സങ്കടം, ഇവിടെ സങ്കടം എന്ന് പറയും. ഓരോരുത്തർക്കും ഓരോ മാതിരിയാണ്. അപ്പൊ പറയും ആ സങ്കടം പോട്ടെ എന്ന് പറയും. കുട്ടിയുടെ സബ് കോൺഷ്യസിൽ അതിന് വലിയ ശക്തി ഉണ്ടാക്കും. കാരണം സങ്കടം നമ്മൾ അനുഭവിക്കുന്നത് ശരീരത്തിലാണ്. നമ്മൾ പറയും എൻ്റെ നെഞ്ചിലൊരു കല്ലിട്ടു, എൻ്റെ വയറ് കാളി. നോക്കൂ, ശരീരത്തിലാണ് നമ്മൾ സങ്കടം അനുഭവിക്കുന്നത്, ശരീരത്തിലാണ് ഭീതി അനുഭവിക്കുന്നത്, ശരീരത്തിലാണ് കോപം അനുഭവിക്കുന്നത്, കാമം അനുഭവിക്കുന്നത്, സന്തോഷം അനുഭവിക്കുന്നത്, സകലതും. സന്തോഷം കൊണ്ട് ശ്വാസം കിട്ടാത്ത ആൾക്കാരെ കണ്ടിട്ടില്ലേ? അങ്ങനെ ചിരിച്ചിരിച്ചിട്ട് അങ്ങനെ നിന്ന് പോകും, സ്റ്റക്കായി. സന്തോഷം ശരീരത്തിൽ, എല്ലാ വികാരങ്ങളും ശരീരത്തിൽ. അതുകൊണ്ട് കുട്ടികളാവുമ്പോൾ തന്നെ അവരെ ആദ്യം പഠിപ്പിക്കേണ്ട വിദ്യ അതാണ്, ഒബ്സർവ് ചെയ്യാൻ പഠിപ്പിക്കുക. സന്തോഷം, ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എന്ന് പറയുമ്പോൾ എവിടെയാ ഹാപ്പിനെസ് തോന്നണേ ചോദിക്കാം. അപ്പൊ കുട്ടി പറയും തലയിലാണ്, കാലിലാണ്, വയറിലാണ്, നെഞ്ചിലാണ്. ഓരോരുത്തർക്കും ഓരോ കാര്യമാണ്. കാലിന് സന്തോഷം തോന്നുമോ എന്ന് ചിന്തിക്കണ്ട. ചില ആൾക്കാർക്ക് വലിയ ദുരന്തങ്ങൾ വീട്ടിലുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ മാസങ്ങൾക്കുള്ളിൽ കാല് ധരിപ്പ്, പക്ഷാഘാതമൊക്കെ വരണം കണ്ടിട്ടില്ലേ? കാരണം എന്താ? ആ വികാരം പോയി കെട്ടി നിന്ന ഭാഗത്താണ് കുഴപ്പം വരിക. രോഗം നിർണ്ണയിക്കുമ്പോൾ അങ്ങനെയാണ്. അതാണ് രോഗനിർണയത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്നാണ്. പ്രാണൻ എവിടെയാണോ സ്റ്റക്കായത് അവിടെയാണ് ഇത് വരിക. മർമ്മവിദ്യയിലും അതാണ്. പ്രാണൻ നിൽക്കുന്ന സ്ഥലം നോക്കി അടിച്ച് അവൻ തീരും. ചെറിയ മുറിവുണ്ടാക്കിയാലും അത് പഴുത്ത് കൊളായിട്ട് അവൻ മരിക്കും. ഇതൊക്കെ കണക്റ്റഡ് ആണ്. അപ്പൊ ഇവിടെ പറയുക, ആശയക്കുഴപ്പം, നിഷേധം, ഒരു കാര്യം വേണോ വേണ്ടോ എന്നുള്ള ചിന്ത, എന്ത് പറഞ്ഞാലും ഇല്ല, ശരിയാവില്ല, അത് വേണ്ട, ഇത് വേണ്ട. ചില ആൾക്കാരുണ്ട്, എന്ത് നമ്മൾ അവരോട് പറഞ്ഞാലും നമ്മൾ പറയുന്നത് തന്നെയാണ് അവർ നമ്മളോട് തിരിച്ചു പറയണമെങ്കിൽ ആദ്യം പറയാം അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ തുടങ്ങാം. കണ്ടിട്ടുണ്ടോ? അവര് ഇപ്പൊ ഞാൻ പറയണ്, കൊടുങ്ങല്ലൂര് പോലെ തന്നെയാണ് ചെട്ടിക്കുളങ്ങരയിലും, രണ്ടും ഒരേ അമ്മയാണ്, അവിടുന്ന് ആവാഹിച്ചു കൊണ്ടുവന്നാണ്. അങ്ങനെയല്ല ശരത്തെ, കൊടുങ്ങല്ലൂര് തന്നെയാണ് ചെട്ടിക്കുളങ്ങരയും കൊണ്ടുവന്നത്. ഇങ്ങനെ പറയും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് കേൾക്കുന്ന ആളുടെ അവസ്ഥ എന്താണ്? ഇതൊരു വല്ലാത്ത നെഗറ്റിവിറ്റിയാണ്, തമസ് വർദ്ധിച്ചു നിൽക്കുന്ന അവസ്ഥയാണ്.
പിന്നെ പിന്മാറ്റം. ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ട് നമ്മൾ പറയല്ലേ കൂടെ ഉണ്ടാവില്ലേ, ഞാൻ കൂടെ ഉണ്ടാവും, നീ നടന്നോ, കുറച്ചേ തിരിച്ചൊക്കെ ആളെ കണ്ട പോയിണ്ടാവും. പിന്മാറ്റം. ഈ പിന്മാറ്റം തമസ്സാണ്. ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് അത് മുഴുമിക്കാണ്ട് ഇറങ്ങുമ്പോൾ നമ്മൾ അവിടെ കർമ്മത്തിനെ പൂർത്തിയാക്കാണ്ട് വെക്കണം. ഇത് അനുഭവിക്കാൻ പിന്നീട് ജനിക്കണം. ഇതിൽ ഏറ്റവും വലിയ അപകടങ്ങളൊന്നും നമ്മൾ ആരും ചിന്തിക്കാത്തൊരു ഒരു ഇൻസിഡന്റ് ഞാൻ ചില സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു അമ്മയോ അച്ഛനോ ഒരു വയസ്സായിട്ട് ഒരാൾ യാചകരായിരിക്കും, എന്തെങ്കിലും തരണേ പറയും. ചിലർ കണ്ണ് കാണാത്തവർ പോവും, ചിലർ കൊടുക്കും. വേറെ ചിലരുണ്ട് ഞാൻ പോയിട്ട് വന്നിട്ട് തരാൻ പറയും. തിരിച്ചു വരുമ്പോൾ ആളുണ്ടാവില്ല. അത് കൊടുക്കാൻ വീണ്ടും ജനിക്കണ്ടേ? അത്ര സൂക്ഷ്മമാണ് കർമ്മത്തിന്റെ ഗതി എന്ന് ഭഗവാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 10ാമത്തെ ശ്ലോകം, രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത രജസത്വം തമശ്ചൈവ തമസ്സത്വം രജസ്തത. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന ഏത് മനോഭാവമാണോ ഏത് സമയത്ത് പ്രബലമായിട്ട് നിൽക്കുന്നത് അതല്ല. ഇപ്പൊ നിങ്ങൾക്ക് സങ്കടമാണ് വർദ്ധിച്ചു നിൽക്കണമെങ്കിൽ ഒരിക്കലും വിചാരിക്കരുത് ഈശ്വരാ ഞാൻ സങ്കടപ്പെടാൻ വേണ്ടി മാത്രം ജനിച്ചാണ്. അങ്ങനെ പറഞ്ഞിട്ടാ നിങ്ങൾ ആ സങ്കടത്തിനെ ഇത്രയും വർഷം നിലനിർത്തിയത്. നേരെ മറിച്ച് നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ഞാൻ ഈ മനോഭാവമല്ല. ഇപ്പോ എനിക്കുണ്ടായിട്ടുള്ള ഈ വികാരം താൽക്കാലികമാണ്, പക്ഷെ എൻ്റെ അവബോധം ശാശ്വതമാണ്. ഞാൻ ആ ബ്രഹ്മം തന്നെയാണ്, ഞാൻ ആത്മസ്വരൂപമാണ്. അമ്മയെ തൊഴുകണി തൊഴുതോളൂടല്ല. നോക്കൂ, നമ്മുടെ ദുഃഖമല്ല, അത് താൽക്കാലികമാണ്, അവബോധം ശാശ്വതമാണെന്ന് പറയുമ്പോഴാണ് ദേവി എഴുന്നള്ളിയത്. ഇത് മനസ്സിൽ ഉറപ്പിക്കുക. എപ്പോഴൊക്കെ വിഷമം വരുമ്പോഴാണ് ദേവി പുറത്തേക്ക് വന്നത് ഇവിടെ ഇരിക്കുന്നവരെങ്കിലും മനസ്സിൽ നന്നായിട്ട് ഉറപ്പിക്കുന്നു. കാരണം അതാണ് ആ എഴുന്നള്ളി പോകുന്നത് തന്നെയാണ് നമ്മുടെ അകത്തിരിക്കുന്നതെന്നുള്ള ബോധം സദാ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ചക്രത്തിന്റെ അകത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പുറത്ത് കിടക്കാൻ പറ്റും. ഇങ്ങനെ 3 പ്രമാണം പറഞ്ഞു. 4ാമത്തെ പ്രമാണം പറയാണ്. നമ്മൾ പറയും വിധിയാണ്, എല്ലാം വിധിയാണ്, എൻ്റെ സാഹചര്യമാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. മറ്റൊരു സ്ഥലത്തായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്നോ നന്നായി പോയനായിരുന്നു. അല്ലെങ്കിൽ ഈ വിവാഹത്തിൽ പെട്ടുപോയതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയത്. അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വന്ന് ജോലി ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. ഇന്ന സ്ഥലത്ത് വന്ന് താമസമാക്കിയതുകൊണ്ടാണ് എൻ്റെ ലൈഫ് പോയത്. ഇങ്ങനെ നമുക്ക് 100 കാര്യങ്ങളുണ്ട് സാഹചര്യങ്ങളെ വെച്ചിട്ട് നമ്മുടെ ബന്ധനങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. പക്ഷെ ഭഗവാൻ പറയാം, ഗുണങ്ങൾ വിധി രൂപപ്പെടുത്തുന്നത് നമ്മൾ അതാണെന്ന് കരുതുമ്പോൾ മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? നമ്മൾ ആ വികാരമാണെന്ന് നമ്മൾ സ്വയം അങ്ങോട്ട് ചിന്തിച്ചുറപ്പിച്ചു, അതുകൊണ്ടാണ് നിന്റെ വിധി അങ്ങനെ ആയതെന്ന്. ഇത്ര ധൈര്യമായിട്ട് ആർക്കാ പറഞ്ഞു തരാൻ പറ്റുക? ഗുരുവായൂരപ്പനല്ലാണ്ട്. ഇതിന്റെ അർത്ഥം ഇന്ന് മോശം വിധിയിലാണെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് പോലും ഇപ്പൊ ഈ തിരിച്ചറിവ് വന്ന് അവനത് പൊട്ടിച്ച് പുറത്തു വരാം. അതാണ് അതിന്റെ ബ്യൂട്ടി. ജ്യോതിഷന്മാരുടെ പരമാചാര്യനായിരുന്നു വരാഹമിഹിരൻ. ആ മഹാത്മാവ് പറഞ്ഞിട്ടുണ്ട്, 25 വയസ്സുവരെ ഒരാളുടെ ജന്മജാതകത്തിന് പൂർണ്ണ ഫലമുള്ളൂ. അത് കഴിഞ്ഞാൽ സ്വന്തം അധ്വാനം കൊണ്ടും പ്രയത്നം കൊണ്ടും ഉപാസന കൊണ്ടും ജനിച്ച ജാതകം മാറ്റാൻ പറ്റുന്ന പറഞ്ഞത്. അത് 16 വയസ്സിന് മുന്നേ മാറ്റിയ 2 പേരുണ്ട്, ശങ്കരാചാര്യ സ്വാമികളും മാർക്കണ്ഡേയനും. അങ്ങനെ മാറ്റിമറിക്കാൻ സാധിക്കും എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ ഗുണങ്ങളെയാണ് അതിൽ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടത്, അല്ലാണ്ട് നമ്മളാണ് അത് അനുഭവിക്കണത് എന്നുള്ള മിഥ്യാബോധം പാടില്ല എന്ന് ഭഗവാൻ പാടും. പ്രധാനപ്പെട്ട കാര്യം കേൾക്കണ്ടോന്നറിയില്ല, ഞാനിത് കടന്നിട്ട് വേണമെങ്കിൽ പറയാം, പ്രശ്നമല്ലേ. ജീവിതകാലം അത്രയും നിങ്ങൾ ഏത് ഗുണവുമായിട്ടാണോ സ്വയം പോയിട്ട് ഒട്ടി നിന്നത്, അതാണ് നിങ്ങളുടെ മനസ്സിന്റെ വഴി തുറക്കുക എന്ന്. ചെറുപ്പം തൊട്ടേ ഡിപ്രഷൻ പിടിച്ചിട്ടാണ് പോയെങ്കിൽ ജീവിതം മുഴുവൻ ഡിപ്രഷൻ വരും. നിങ്ങൾ ഇല്ലാത്ത കുഴപ്പത്തിനെ ആകർഷിച്ച് വരുത്തും. ഞാൻ പുറത്തിറങ്ങിയ കുഴപ്പമാവുമോ, എനിക്ക് ഈ പ്രശ്നമാവുമോ എന്ന് എത്ര ചെറുപ്പത്തിൽ മനസ്സിൽ കയറി കൂടുന്നോ, ജീവിതം മുഴുവൻ കുഴപ്പങ്ങളെ നിങ്ങൾ തന്നെ പ്രകൃതിയിൽ നിന്ന് ആകർഷിച്ച് വരുത്തിക്കൊണ്ടിരിക്കും. അവിടെയാണ് ശുഭാപ്തി വിശ്വാസത്തിന്റെ ശക്തി കിടക്കുന്നത്. അപ്പൊ ഭഗവാൻ പറയാണ്, ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഏത് ഗുണം, നിങ്ങൾ സത്വഗുണത്തിലാണോ ഉറച്ചു നിൽക്കണേ, സത്വഗുണം പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും. നിങ്ങൾ രജോഗുണത്തിലാണോ, കാര്യപ്രാപ്തി ചെറുപ്പം തൊട്ടേ നിങ്ങൾ പരിശീലിച്ചു വന്നവരാണോ, അതിൽ തന്നെ മനസ്സുറപ്പിച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്നതും നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരും. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ നേട്ടം അവിടെ ഉണ്ടാവും. ഇനി തമസ്സാണ് ചെറുപ്പം തൊട്ടെങ്കിൽ അത് എത്ര പ്രായമായാലും ആ തമസ് വിട്ടുപോവില്ല.
ഈ തമസ് രണ്ട് തരത്തിൽ വരും. പൂർവജന്മത്തിലുള്ള സംസ്കാരങ്ങൾ വഴിയും വരും, നമ്മൾ ജനിക്കണ കുടുംബങ്ങളുടെ സ്വഭാവം അനുസരിച്ചിട്ട് ജനിതകമായിട്ടും വരും. ചില വീടുകൾ അങ്ങനെയാണ്, തളർന്ന വരി. നമുക്ക് ആ വീട്ടിൽ കയറുമ്പോൾ അറിയാൻ പറ്റും അവിടെ ഉള്ളവരുടെ ദുഃഖത്തിന്റെ ശക്തി എന്താണ്, ഒന്നും പറയണ്ട. ചില വ്യക്തികളെ നമുക്ക് കണ്ടാൽ അറിയും അവരിലുള്ള ആ ഗുണത്തിന്റെ ആധിക്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് പറയാ ഭഗവാൻ, ഇത് നിന്റെ ഇപ്പോഴത്തെ മനസ്സിനെ മാത്രമല്ല, നിന്റെ ഭാവി ജന്മത്തിനെയും നിയന്ത്രിക്കുന്നതും നിർണയിക്കുന്നതും ഇപ്പോഴത്തെ നിന്റെ മനോഭാവമാണ്. ഈ മനോഭാവം ഈ ഗുണത്തിനെ ആശ്രയിച്ചിട്ടായിരിക്കണം. അതുകൊണ്ട് നീ ഗുണത്തിൽ ഒട്ടിക്കൊണ്ടിരുന്നാൽ ആ ഗുണത്തിനനുസരിച്ചായിരിക്കും നിന്റെ ഇപ്പോഴുള്ള ലൈഫും വരാനുള്ള ദിവസങ്ങളും മരിച്ചതിന് ശേഷം ഇനി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് ഇപ്പൊ മാറ്റിക്കോ. ഇത് വ്യക്തമായിട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സത്വം പ്രാക്ടീസ് ചെയ്യൂ. സത്വം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കത് ഉയർച്ചയിലേക്ക് എത്തിക്കും. രജസ് നിന്നെ ഇതേ ചക്രത്തിൽ തന്നെ നിലനിർത്തും, തമസ് നിന്നെ നശിപ്പിക്കും എന്ന് ചുരുക്കി പറഞ്ഞു കൊടുക്കും. 18ാമത്തെ ശ്ലോകം വളരെ പ്രധാനമാണ്. അതിൽ ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥോ മധ്യേ തിഷ്ഠന്തി രാജസ ജഗന്യ ഗുണവൃത്തിസ്ഥ അധോ ഗച്ഛന്തി താമസ. അതിന്റെ അർത്ഥം, വിധി എന്ന് പറയുന്നത് അർജുന യാദൃശ്ചികമായിട്ട് വരുന്നതല്ല, അത് ആവർത്തിച്ചിട്ടുള്ള താതാത്മ്യം കൊണ്ട് വിധി ശീലമാക്കിയിട്ട് നീ മാറ്റിയതാണ്. നീ സദാ ഞാൻ ദുഃഖിയാണ്, ഞാൻ ദുഃഖിതനാണ്, ഞാൻ ദുഃഖിതനാണ്, ഞാൻ ദുഃഖിതനാണ്, ഞാൻ ദുഃഖിതനാണ്, എനിക്ക് മാത്രം ഇങ്ങനെയായി, എൻ്റെ കാര്യം മാത്രം മോശമായി, എൻ്റെ ഗുണപത്രങ്ങളൊക്കെ നന്നായി, ഇങ്ങനെ പറഞ്ഞ് 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 നമ്മൾ തന്നെ നമ്മുടെ വിധിയെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കണമെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ പറഞ്ഞു തരാൻ ധൈര്യമുള്ളൊരു ദേവനോ ഗുരുനാഥനോ ഉണ്ടായിട്ടുണ്ടോ? എത്ര ഷാർപ്പായിട്ടാണ് ഭഗവാൻ അത് പറയണത്. അത് നിന്റെ ഭാഗതയും നിന്റെ കയ്യിൽ തന്നെയാണ്, നിന്റെ ഭാഗതയും നിന്റെ കയ്യിലായിരിക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ ചില കുട്ടികൾ ചോദിക്കാറുണ്ട്, എല്ലാം പൂർവജന്മ കർമ്മങ്ങളാണെന്നുണ്ടെങ്കിൽ ചരതേട്ടാ എന്താ വിധിക്ക് അല്ലെങ്കിൽ വിൽ പവറിന്, ഇച്ഛാശക്തിക്ക് എന്താണ് റോൾ ഉള്ളത്? ചെറുപ്പക്കാർക്ക് ഇച്ഛാശക്തി പ്രധാനമാണ്. നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് അത് ചെയ്യണം ഇത് ചെയ്യണം. ധാരാളം ചെറുപ്പക്കാരൊക്കെ എടുത്ത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ ഈ പ്രഭാഷണങ്ങൾക്കൊക്കെ വരണേന് മുന്നേ ഇപ്പം എൻ്റെ അസിസ്റ്റൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യണ ഒരു സിനിമയിലാണെങ്കിൽ ഒക്കെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്, പൂർവ്വകർമ്മങ്ങൾ കൊണ്ടാണ് എല്ലാം നടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളെ എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റുമോ? അതിന് ഞാൻ പ്രയത്നിക്കണ്ടേ? അപ്പം ഞാൻ പറയും, ഭഗവാൻ വളരെ കറക്റ്റായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സകല അനുഭവങ്ങളും നമ്മുടെ പൂർവ്വകർമ്മത്തിൻ്റെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ ആ അനുഭവത്തിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണോ ഇപ്പോ എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. അവിടെയാണ് നമ്മൾ നമ്മുടെ ഇച്ഛാശക്തി പ്രയോഗിക്കേണ്ടത്. നമുക്കൊരു സന്തോഷം വന്നു, ഒരു ലോട്ടറി കിട്ടി, മതിമറന്ന് അഹങ്കരിക്കണോ അതോ അതുകൊണ്ട് ഗുണം മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കണോന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അത് നമ്മുടെ കയ്യിലാണ്. അതാണ് നമ്മുടെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കർമ്മത്തിനെയും ഇവിടുന്ന് അങ്ങോട്ടുള്ള വിധിയെ നിർമ്മിക്കുന്നത്. ആ എന്താ പറയുക, കിട്ടിയ കാശ് മുഴുവൻ ദീപാവലി വിളിച്ച് കളയാം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സമൂഹത്തിനും അവനവന്റെ കുടുംബത്തിനും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി ദുഃഖമാണെങ്കിലോ, ഒക്കെ കഴിഞ്ഞു, അവസാനിച്ചു, ഞാൻ തകർന്നു, ഇനി എനിക്ക് എണീക്കലില്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ വീണ് കിടക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എണീച്ച് നിന്നിട്ട് യുദ്ധം ചെയ്യാം. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, ഒരു മരണം രണ്ട് കാഴ്ചപ്പാടെന്ന് പറഞ്ഞിട്ട്. ഒരു കൊച്ചു കുഞ്ഞ് മരിച്ചു പോകുന്നു, ചരട് കെട്ടണതിൻ്റെ ദിവസം അതിൻ്റെ മേഘത്ത് അതിനെ ഇരുട്ടത്ത് കടത്തിയതാണ്. അലക്കുകാരി സ്ത്രീ തുണി അലക്കാനുള്ള തുണി ഭാണ്ഡം കെട്ടിയിട്ട് അതിൻ്റെ മേലെ കൊണ്ടിട്ടു, കുട്ടി മരിച്ചുപോയി. കുട്ടിയുടെ അമ്മ പറയാണ്, ഓ കല്ലാണ് ദൈവം, ആറ്റുനോറ്റ് കിട്ടി ഇങ്ങനെ ഒരു ദൈവം, എന്താ പറയുക, കുട്ടിയെ പോലും തട്ടിയെടുക്കണ ദൈവം എനിക്കില്ല, ദൈവം പിശാചാണ്, അല്ലെങ്കിൽ ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അടിച്ചുറപ്പിക്കണം അമ്മ. കുട്ടിയുടെ അച്ഛൻ പറയണം, എൻ്റെ ഏതോ പൂർവ്വകർമ്മം മഹാദ്രോഹം ചെയ്തിട്ട് ഞാൻ ആർക്കോ അതുകൊണ്ട് അത് ഭഗവാൻ തീർത്തതാണ്. അല്ല, ഞാൻ ആലോചിക്കണമായിരുന്നു, ഉണ്ണി നീ എൻ്റെ മനസ്സിൽ കളിക്കുമ്പോൾ എനിക്ക് വേറെ മക്കൾ വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പാടുമായിരുന്നു എന്ന്. പൂന്താനത്തിന്റെ കഥയാണ്. അപ്പൊ ഒരു ഇൻസിഡന്റ് തന്നെ രണ്ടാൾക്കാർ രണ്ട് കാഴ്ചപ്പാടാണ്. അവിടെ നോക്കൂ എങ്ങനെയാണ് ഇച്ഛാശക്തി പ്രയോഗിച്ചതെന്ന്. കുട്ടിയുടെ അമ്മ അവരുടെ ഇച്ഛാശക്തിയെ ഭഗവാനെ നിന്ദിക്കാനും നിരാകരിക്കാനും പ്രയോഗിച്ചപ്പോ പൂന്താനം തൻ്റെ കർമ്മത്തിനെ അംഗീകരിക്കാനും ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാനും ഉപയോഗിക്കണം. അതുകൊണ്ട് വിധി എന്നുള്ളത് നമ്മൾ അനുഭവിക്കും, പക്ഷെ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമ്മുടെ അടുത്ത വിധിയെ തീരുമാനിക്കും. അതുകൊണ്ടല്ലേ ജയിലിൽ പോയാലും നല്ല നടപ്പിന് നേരത്തെ വിടണത് അല്ലേ? ജീവപര്യന്തം കിട്ടി, പക്ഷെ 5 കൊല്ലാകുമ്പോഴേക്കും പുറത്തേക്ക് വിട്ടു. എന്താ? നല്ല നടപ്പ്. അതിനോട് എങ്ങനെ പ്രതികരിച്ചു, ആ വിധിയോട് അവൻ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് അതിന് കാരണം. അപ്പോ ഇവിടെ
വിധി എന്നുള്ളത് യാദൃശ്ചികമല്ല. ഞാനതൊക്കെ ഒന്ന് ആവർത്തിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ കുട്ടിക്കാലം തൊട്ട് അടിച്ചു കയറ്റി വെച്ചിട്ടുള്ളത് ഒക്കെ വിധിയാണ്, ഒക്കെ വിധിയാണ്, ഒക്കെ വിധിയാണ്. ഗുരുവായൂരപ്പൻ പറഞ്ഞു വിധി എന്നുള്ളത് അങ്ങനെ സംഭവിക്കണമല്ല, അത് പൂർവകർമ്മത്തിന്റെ ഫലം തന്നെയാണ്. പക്ഷേ നമ്മൾ അതുണ്ടാക്കുന്ന ആ സന്തോഷമോ ദുഃഖമോ ഇനി പ്രവർത്തിക്കാനുള്ള ശേഷിയോ എന്താ വെച്ചാൽ സത്വം രജസ് തമസ് ഈ 3 ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്നിനോട് ഒട്ടി നിന്നാൽ പിന്നെ ജീവിതം മുഴുവൻ അതാവും. അതുകൊണ്ട് അതിന്റെ ഒഴുക്കിന് വിടുക, മാറി നിന്ന് കാണുക. അങ്ങനെ എത്തുന്ന ഘട്ടം ഹൈറ്റ് എത്തുമ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് സാധിക്കില്ല. ഇപ്പൊ രമണ മഹർഷിയെ പോലുള്ള വ്യക്തികൾക്ക്, രമണ മഹർഷിക്ക് മുതുകിൽ ഒരു വലിയ കുരു വന്നു. അവസാന കാലത്ത് സർജറി ചെയ്യണം, ക്യാൻസറസ് ആയിരുന്നു. ഇന്നാണെങ്കിൽ കട്ട് ചെയ്ത് ബയോപ്സിക്ക് അയക്കും. അപ്പൊ സർജൻ അന്ന് ആശ്രമത്തിലാണ് വരണത്. അനസ്തേഷ്യ തരട്ടെ ചോദിച്ചു. എനിക്ക് അനസ്തേഷ്യ തരണ്ടാവാം. കൃത്രിമമായിട്ട് മയക്കണത് ശരീരത്തിൽ ഒട്ടിയിരിക്കണ മനസ്സിനെ വേണ്ടി. ഞാൻ ഈ ശരീരമാണെന്ന് വിചാരിക്കണ ആൾക്ക് അനസ്തേഷ്യ കൊടുക്കുന്നു. അദ്ദേഹം പറഞ്ഞു സാരമില്ല, ഓപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. അദ്ദേഹം ചെരിഞ്ഞു കിടന്നു. പതിവ് പോലെ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ മുതുകത്ത് കുരു ഫുൾ ഓപ്പറേറ്റ് ചെയ്തു. അദ്ദേഹം മുഖം കൊണ്ട് പോലും ഒന്നും ചുളിഞ്ഞില്ല. മനസ്സിനെ അവിടുന്ന് പിൻവലിച്ചു കളഞ്ഞു. ഇന്നിപ്പോ വിമർശന വിധേയനാണെന്നുണ്ടെങ്കിലും എല്ലാവരും വിമർശിക്കുന്ന ആളായി മാറിയെങ്കിലും ഗാന്ധിജിയെ കുറിച്ചിട്ട് ഒരു കഥ വളരെ രസമായിട്ടുള്ളുണ്ട്. പരമഹംസ യോഗാനന്ദൻ ഓട്ടോബയോഗ്രഫി ഓഫ് യോഗിയിൽ എഴുതിയത്. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ ഒപ്പം സബർമതി ആശ്രമത്തിൽ ചെന്ന ദിവസം ഗാന്ധിജി മൗനവ്രതത്തിലാണ്, മിണ്ടില്ല, എല്ലാം എഴുതി കാണിക്കുള്ളൂ. അപ്പൊ ഉച്ചയ്ക്ക് ഊണിന്റെ സമയപ്പോൾ ഗാന്ധിജി എഴുതി കാണിച്ചു, കഴിക്കാൻ വരുന്നില്ലേ ചോദിച്ചു. അപ്പൊ കഴിക്കാൻ പോയി ഇവർക്കൊക്കെ പരിപ്പും ചോറും വിഭവങ്ങളൊക്കെ ഉണ്ട്. ഗാന്ധിജി കഴിക്കുന്നത് വെറും വേവിച്ച ചോറും പച്ച കളറിൽ എന്തോ ഉരുട്ടി വെച്ചിട്ടുണ്ട്, ഒരു ഉണ്ട പച്ച കളറിൽ. അത് വളരെ സ്നേഹത്തോടെ രുചിയോട് കൂടിയിട്ട് അതിങ്ങനെ കുറച്ചെടുക്കും, ചോറിൻ്റെ കൂടെ പിടിക്കും, മൂപ്പർ കഴിക്കും, വീണ്ടും കഴിക്കും. മുഖത്തൊരു ചുളിവ് പോലും ഇല്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചപ്പോൾ അസൽ വേപ്പൽ അരച്ചുരുട്ടി വെച്ചതാണ്. വേപ്പൽ അരച്ചുരുട്ടി വെച്ചതിനെ ചോറിൻ്റെ കൂടെ കൂട്ടിയിട്ട് ഒരു ഭാവഭേദവും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റുമെങ്കിൽ ഇയാൾ എത്ര സ്ഥിതപ്രജ്ഞനായിരിക്കുന്നു. അത് ആ ഇന്ദ്രിയത്തിനെ അടക്കി. കാരണം ഏറ്റവും അടക്കേണ്ട ഇന്ദ്രിയ ഏതാ? നാക്കാ. എന്താ ചെയ്തിരിക്കുന്നത്? കടിച്ചാ വിളിച്ചിരിക്കുന്നത്. അടക്ക് നാക്കിനെന്നാ. കേചരി മുദ്രയാണ്, അല്ലാണ്ട് രക്തം കുടിക്കാൻ വേണ്ടി നീട്ടിയ നാക്കെന്നല്ല അർത്ഥം. കേചരി എന്ന് പറയുന്ന യോഗമുദ്രയാണ്, നാക്കടക്ക്. അത് അടക്കി യോഗിമാര് താഴത്തെ ഈ നാക്കിനെ താഴെ ഘടിപ്പിക്കുന്ന ഒരു തൊലിയുണ്ട്, സെപ്റ്റം. അതിനെ കട്ട് ചെയ്യും, റബ്ബർ മരിയത്. ഇവിടെ നിന്ന് കൊണ്ടുവന്നാൽ ഇവിടെ മുട്ടിക്കാൻ പറ്റണമെന്നാണ്, മൂക്കിന്റെ ഇവിടെ. അതിനെടുത്ത് അകത്തേക്ക് തിരികെ ഉള്ളിലേക്ക് വെക്കും. മഹാദേവൻ അങ്ങനെ ഇരിക്കണം. ആ മുദ്രയുടെ നാഥൻ സുബ്രഹ്മണ്യ സ്വാമിയാണ്. കേചരൻ എന്ന് പറയും ഭഗവാനെ. ആ മുദ്ര കാണണമെങ്കിൽ കാളിയുടെ മുഖത്ത് നോക്കണം. അത് പുറമേ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നാക്കിനെ പുറത്തേക്ക് നീട്ടിയിരിക്കുന്നത്. ആ നാക്ക് നീണ്ട് അല്പം വളഞ്ഞിട്ടുണ്ടാവും അറ്റം. അത് അതിനാണ് വളച്ചത്. ശരിക്കും അത് അകത്തൊക്കെയാണ്. അതൊരു യോഗമുദ്രയാണ്. ഒരു പൊതുവേദിയിൽ അത് കൂടുതൽ വിശദീകരിക്കാൻ പറ്റും. എന്നാലും താല്പര്യമുള്ളവർക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അപ്പോ വിധി എന്നുള്ളത് നമ്മൾ ശീലമാക്കി മാറ്റുകയാണ്. വിധിയെ ശീലാക്കണ്ട, വിധിയെ മാറ്റാം. എന്തിനാ വിധിയെ ശീലാക്കണത്? അത് എനിക്ക് അനുഭവിച്ച് ശീലമായി എന്ന് നമ്മൾ പറയും. അത് നമ്മൾ വിധിയെ ശീലാക്കിയതുകൊണ്ടാണ്. ഭഗവാൻ പറഞ്ഞു വിധിയെ ശീലമാക്കണ്ട. 5ാമത്തെ പ്രമാണം പഠിക്കേണ്ട കാര്യം, ഗുണങ്ങളാണ് കർത്താവ്, ഞാനല്ല കർത്താവ്. ഇതൊന്നും ചെയ്യണത് ഞാനല്ല. വീട് പണിതതും കാറ് വാങ്ങിയതും ജോലിയിൽ ഇത്ര സെയിൽസ് പിടിച്ചതും അയാളെ തല്ലിയതും ഇവനെ ഉപദ്രവിച്ചതും എല്ലാം ഞാനാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാനല്ല കർത്താവ്, ഈ ഗുണങ്ങളാണ് കർത്താവ് എന്ന് ചിന്തിക്കാൻ പഠിപ്പിക്കുന്നു. ഇത് തിരിച്ചറിയണ നിമിഷത്തിൽ നിന്റെ സ്വാതന്ത്ര്യം തുടങ്ങിയെന്നാണ് പറഞ്ഞത് അർജുനന്റെ അടുത്ത്. എന്നിലുള്ള സത്വഗുണമാണ് ഇപ്പൊ ഇത് പ്രവർത്തിച്ചത്, എന്നിലുള്ള രജോ ഗുണമാണ് ഇപ്പോ ഈ കാര്യം ചെയ്തത്, എന്നിലുള്ള തമോ ഗുണമാണ് ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങാൻ കാരണം എന്ന് തിരിച്ചറിഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോയല്ലോ എന്നുള്ള സങ്കടം വേണ്ട. തമോ ഗുണമാണ് ഉറക്കിയത്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനത് കുറച്ച് ഹ്യൂമറസ് ആയിട്ട് രസത്തിന് പറയും. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് നല്ല പറ്റിയ സമയമാണ്. വയറൊക്കെ അങ്ങനെ ആയി വരണ നേരമാണ്. അപ്പൊ എന്ത് കൊടുക്കുമ്പോഴും അത് മാക്സിമം ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പോൾ ഞാനല്ല കർത്താവ്, ഗുണങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. സത്വഗുണത്തിൽ നിന്നിട്ടും രജോ ഗുണത്തിന്റെ സഹായത്തോടെയും തമോ ഗുണത്തിന്റെ സഹായത്തോടെയും കലർന്നിട്ടും ഒറ്റയ്ക്കും ഒക്കെ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു.
ഈ ഗുണങ്ങളെ അധിഷ്ഠിതമാക്കിയിട്ടാണ് ദേവതകളുടെ നിറങ്ങൾ പോലും നിശ്ചയിച്ചത് നമ്മുടെ ആചാര്യന്മാര്. എന്തുകൊണ്ടാണ് കാളിയുടെ കൊടികളിലൊക്കെ വെളുപ്പും ചുവപ്പും കറുപ്പും? ആലോചിച്ചിട്ടുണ്ടോ? ഈ തൂക്കിയിടുന്ന കൊടികൾ കണ്ടിട്ടില്ലേ? ഇങ്ങനത്തെ കൊടികൾ ഇതിലൊക്കെ ഇതിപ്പോ അലങ്കാരപ്പണിയുള്ള കൊടിയാണ്. നമ്മൾ സാധാരണ തോരണം പോലെ തൂക്കുന്ന കൊടികളിൽ ഇപ്പൊ നമ്മൾ വള്ളൂരാട് ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാം, കാളിക്ക് എപ്പോഴും വെളുപ്പ് കറുപ്പ് ചോപ്പായി. വെളിച്ചപ്പാടും ആ കച്ച കിട്ടുക. വെളുപ്പ് സത്വം, ചോപ്പ് രജസ്, കറുപ്പ് താമസം. ഇത് മൂന്നും അടക്കിയവളാണ്. പക്ഷെ പുറമേക്ക് വെളിപ്പെട്ടിരിക്കുന്നത് തമസിന്റെ രൂപത്തിലും പ്രവൃത്തിയിൽ രജസ്സുമാണ്, അകമേ സത്വമാണ്. പ്രകൃതി അങ്ങനെയാണ്. പ്രകൃതിക്ക് എപ്പോഴും കാളിയുടെ സ്വഭാവമാണ്. അതിൽ തന്നെയാണ് നമ്മുടെ ശരീരം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ സ്വഭാവങ്ങളൊക്കെ കാണുകയും ചെയ്യും. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഇതാണ്. എൻ്റെ ഗുണങ്ങളാണ് എന്നെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നതും ചെയ്യിപ്പിക്കാതിരിക്കുന്നതും. ഞാൻ എന്നുള്ളത് ഈ ശരീരമല്ല, ഏകമാത്രമായിട്ടുള്ള ആ പരമബോധമായിട്ടുള്ള ആത്മാവാണ് ഞാൻ എന്നുള്ള ബോധം അടിച്ചടിച്ച് പറ്റുമ്പോഴൊക്കെ ഓർമ്മ വരുമ്പോഴൊക്കെ ഉറപ്പിക്കുക. ഈ വിദ്യ രക്ഷപ്പെടാൻ മാർഗമുള്ളൂ, അല്ലാണ്ട് വേറെ ഒരു മാർഗമില്ല. അത് ഏത് സാധാരണക്കാരനാണെങ്കിലും അവൻ്റെ ദുഃഖം ലഘൂകരിക്കണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ. ബാക്കി എന്ത് കിട്ടിയാലും ആ സുഖം കുറച്ചു കാലം നിൽക്കും, അത് കഴിഞ്ഞ് അത് തീരും, അടുത്ത ദുഃഖം വരും. ദുഃഖമോ സുഖമോ ശാശ്വത സുഖം കിട്ടണമെങ്കിൽ ഇത് വേണം. അപ്പൊ ഞാനല്ല കർത്താവ്, ഗുണങ്ങളായിട്ട് പ്രവർത്തിക്കുകയാണെന്ന് പറയുമ്പോൾ ഇതൊരു തരം തട്ടിപ്പല്ലേ, ഇതൊരു എസ്കേപ്പിസ് അല്ലേ, ഒളിച്ചോട്ടല്ലേ, നിഷ്ക്രിയത്വം അല്ലേ എന്ന് ചോദിക്കും. അർജുനന്റെ മനസ്സിലാ ചിന്ത വരുമ്പോഴേക്കും ഭഗവാൻ പറയുന്നുണ്ട്, അല്ല, ഇത് കൃത്യമായ കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാട് നിന്നാലേ ഏത് യുദ്ധവും ജയിക്കാൻ പറ്റുള്ളൂ. യുദ്ധം ചെയ്യുമ്പോഴും ഞാനല്ല യുദ്ധം ചെയ്യുന്നത് എന്ന ബോധത്തോടു കൂടി ഇതാവുമ്പോൾ നമ്മൾ ആ യുദ്ധം ചെയ്യേണ്ട പ്രവൃത്തിയിൽ നമുക്ക് ശ്രദ്ധ വരും. പ്രവൃത്തിയിൽ ശ്രദ്ധ വരാണ്ട് ഈശ്വര യുദ്ധം ചെയ്യോ എന്ന് വിചാരിച്ചിട്ട്, ഇതിനേക്കാളും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ, അത് ഞാൻ സ്ഥിരം പറയാറുള്ളതാണ്, അമ്മമാർ കൂടുതലുള്ളതുകൊണ്ടാട്ടോ ഇതൊക്കെ എപ്പോഴും പറയുന്നത്. ഇങ്ങനെ നിങ്ങളൊരു കല്യാണം കഴിഞ്ഞ് വന്ന കാലത്ത് ഭർത്താവിൻ്റെ വീട്ടിൽ വരുമ്പോൾ കറി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭീകര സ്വപ്നമാണ്, പേടി സ്വപ്നമാണ്. ഈ വീട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെടുവോ എന്നറിയില്ല, അതിന് സ്വാദുണ്ടാവോ, കുറ്റം പറയുമോ, ഈ പേടിയോട് കൂടിയിട്ടാണ് ആദ്യം ചേരുവകൾ ഇടുന്നത്. അതുകൊണ്ട് തന്നെ അത് കൊള്ളാവും. കാരണം ഒരു ഫലം ഇച്ഛിച്ചിട്ടാണ് നിങ്ങളവിടെ അതുണ്ടാവണത്. പിന്നെ കുറെ കാലം കഴിയുമ്പോൾ പുല്ല് എന്തെങ്കിലും കണ്ണു മൂടിയിട്ടൊക്കെ ഇങ്ങനെ ഉപ്പൊക്കെ ഇങ്ങനെ എറിഞ്ഞ് മസാല കിട്ടൊക്കെ പോകുമ്പോഴേക്കും എന്ത് ചെയ്താലും കറി ഗംഭീരം. കാരണം എന്താ? നിങ്ങൾ പ്രോസസ്സിൽ, അതിൻ്റെ പ്രക്രിയയിൽ മാത്രമേ നിങ്ങളുടെ ശ്രദ്ധയുള്ളൂ. നിങ്ങളത് നന്നാവില്ല, വെച്ചത് കഴിച്ചോളണം. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഞാനത് കുറച്ച് രസമായിട്ട് പറഞ്ഞാണ്, ആ ആത്യന്തിക ഫലത്തിലേക്ക് മനസ്സിനെ കൊടുക്കാണ്ട് പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധ കൊടുത്താൽ വിജയം സുനിശ്ചിതമാണ്. ആ വിദ്യയാണ് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് അവർ ഇത് നിഷ്ക്രിയതയല്ല. അവനവനുള്ള ഗുണങ്ങളെ അറിഞ്ഞ് അവനവനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ നേരത്ത് ഞാൻ ഏറ്റവും പ്രൊഡക്ടിവിറ്റി ഉള്ള ആളാണ്. അപ്പോൾ ചില കുട്ടികളുണ്ട്, അവർക്ക് രാത്രി ഇരുന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അവരെടുത്ത് നിങ്ങൾ പകൽ പഠിക്കുക പറഞ്ഞാൽ കുട്ടികൾ എനിക്ക് ആ നേരത്താണ് പഠിക്കാൻ പറ്റുക, ആ പാട്ടിന് വിടുക നല്ലത്, പഠിച്ചാൽ മതി. ഒരിക്കലും ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ ക്ലോക്കിനെ നമുക്ക് കയറിയിട്ട് നിയന്ത്രിക്കാൻ പറ്റില്ല. അവനവൻ്റെ തന്നെ ബലം പ്രയോഗിച്ച് നിയന്ത്രിക്കുമല്ലോ. ഇത് ചെയ്യാണ്ടിരുന്നാൽ തന്നെ പകുതി അസുഖങ്ങൾ വരില്ല. ആയുർവേദത്തിൻ്റെയും കൂടെ അടിസ്ഥാനമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഞാനല്ല കർത്താവ്, ഗുണങ്ങളായിട്ട് പ്രവർത്തിക്കണു. അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്ന ശാരീരികവും മാനസികമായിട്ടുള്ള സകല അനുഭവങ്ങളും, അത് മനസ്സിന്റെ നന്മയാണെങ്കിലും രോഗമാണെങ്കിലും ശരീരത്തിന്റെ സൗഖ്യമാണെങ്കിലും രോഗമാണെങ്കിലും ഈ ഗുണങ്ങളാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആയുർവേദം സത്വവും രജസ്സും തമസ്സിനും അനുസരിച്ചിട്ട് തന്നെയാണ് അതിനെ പിടിച്ചിട്ട് വാദം പിത്തം കഫം എന്ന് പറഞ്ഞിട്ട് 3 ദോഷങ്ങളെ അവിടെ കുറിച്ച് വെച്ചുകൊണ്ട് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. നമ്മൾ നമ്മുടെ അടിസ്ഥാന ഘടനയാണ് പറയുന്നത്. ഇതൊക്കെ സ്റ്റുപ്പിഡിറ്റി. നോക്കൂ, നമ്മൾ നമ്മുടെ അടിസ്ഥാന ഘടനയാണ് ഈ കളിയാക്കുന്നത്. ഇതറിയാണ്ട് പുറത്ത് ഒരു ശാസ്ത്രം പഠിച്ചിട്ടും കാര്യമില്ല. നമ്മളെ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കണോ, ആ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെ പെരുമാറണോ എന്നറിയാണ്ട് നമ്മൾ എങ്ങനെ ഏതേത് സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറും, അതാ ഭഗവാൻ ഇവിടെ പറഞ്ഞു തന്നത്. അതുകൊണ്ട് ഇത് നിഷ്ക്രിയത്വമല്ല, ഇത് കൃത്യമായ കാഴ്ചപ്പാടാണ്. 19ാമത്തെ ശ്ലോകം വളരെ പ്രധാനം. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദ്രഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വ്യക്തി മദ്ഭാവം സോതിഗച്ഛതി. അനുഭവങ്ങൾ മാറ്റുന്നതിൽ കൂടെ അല്ല അർജുന, മറിച്ച് അനുഭവങ്ങളുടെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിൽ കൂടെയാണ് ദുഃഖം അവസാനിക്കുക. നമ്മളൊക്കെ വിചാരിക്കണം എന്താ, ഈ ദുഃഖം മാറണമെങ്കിൽ എൻ്റെ ഈ സാഹചര്യം മാറണം, ഈ ദുഃഖം മാറണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ അനുഭവം മാറണം, എല്ലാറ്റിനും പെട്ടെന്ന് വിഷമിക്കുക എന്നുള്ള എൻ്റെ മനസ്സാണ് എൻ്റെ പ്രശ്നം. ചിലർ പറഞ്ഞു
ഞാൻ എല്ലാവരെയും വിശ്വസിക്കുന്ന പ്രകൃതക്കാരനാണ്, അതുകൊണ്ടാണ് ഞാൻ ചതിക്കപ്പെടുന്നത്. ഇങ്ങനെ നമ്മളല്ലാത്ത ഗുണത്തിന് നമ്മളാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭഗവാൻ പറയാണ്, അനുഭവമല്ല മാറ്റേണ്ടത്. അനുഭവം മാറ്റിയിട്ട് ആരും ലോകത്തൊന്ന് ദുഃഖത്തുനിന്ന് രക്ഷപ്പെട്ട ചരിത്രമില്ല. പക്ഷേ ഈ അനുഭവങ്ങൾ അനുഭവിക്കുന്നത് ഞാനാണ് എന്ന് പറയണത് മാറ്റിയാൽ മതി. ഞാൻ ഒന്നും അനുഭവിക്കുന്നില്ല, ഗുണങ്ങൾ ഉണ്ടാക്കുന്നു, മനസ്സ് അനുഭവിക്കുന്നു. മനസ്സും ഗുണങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗുണങ്ങൾ ഉണ്ടാക്കുന്ന അനുഭവങ്ങളെ ഗുണങ്ങൾ തന്നെ അനുഭവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഈ തലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇക്കണ്ട ഭാരതവും ഗീതയും ഭാഗവതവും സകലതും എഴുതിയുണ്ടാക്കിയത്. അല്ലാണ്ട് കയ്യിൽ എന്ത് ജപമാല പിടിച്ച് നടന്നിട്ടും 100,000 സപ്താഹം കേട്ടിട്ടും നമുക്കിത് കിട്ടിയില്ലെങ്കിൽ ആ ആചാര്യന്മാരുടെ കണ്ടക്ഷോഭം വെറുതെ ആയിരിക്കും. ആചാര്യന്മാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ദക്ഷിണ അതാണ്. ഇത് മനസ്സിലാക്കി അല്പമെങ്കിലും ജീവിതത്തിൽ പകർത്തുക. അത് ചെയ്താൽ മതി. അതാ ഭഗവാൻ ഇവിടെ പറയണത്. അനുഭവങ്ങൾ മാറ്റുക എന്നുള്ളതല്ല. നമ്മളൊക്കെ ചെയ്യണമെന്താ, നമ്മുടെ സാഹചര്യത്തിന് എങ്ങനെയെങ്കിലും ബലം പ്രയോഗിച്ച് മാറ്റാൻ നോക്കും. അതിനുവേണ്ടി നമ്മൾ അനവധി പേരെ വെട്ടി വീഴ്ത്തും, പലരുടെ കണ്ണീര് വീഴ്ത്തും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഇവിടെ വിഷയം രക്ഷപ്പെടരുതെന്നല്ല പറഞ്ഞത്. ആ അനുഭവങ്ങൾ മാറ്റുമ്പോൾ ഉണ്ടാവണ അനാവശ്യമായിട്ടുള്ള അക്രമങ്ങളൊക്കെ ഒഴിവാക്കാൻ നമുക്ക് ഈ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ അനുഭവങ്ങളിൽ പോയിട്ട് ഒട്ടരുത്. എനിക്ക് സുഖിക്കണം, എനിക്ക് സന്തോഷമേ പാടുള്ളൂ, ഞാൻ മാത്രം ജയിക്കണം. ഇതൊക്കെയാണ് അനുഭവങ്ങളുടെ ഉടമസ്ഥാവകാശം. നമ്മളിപ്പോൾ ജയിച്ചതായിട്ട് തോന്നും, പക്ഷെ ജീവിതത്തിൽ പരാജയപ്പെടും. ഭഗവാന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് പറയാൻ ഉത്തരം ഉണ്ടാവില്ല. അതുകൊണ്ട് അനുഭവങ്ങളുടെ ഉടമസ്ഥാവകാശം മാറ്റുക. ഞാനാണ് ഇത് ദുഃഖം അനുഭവിച്ചത്, എനിക്കല്ലേ അറിയുള്ളൂ അതിൻ്റെ വിഷമം എന്ന് പറയും. അതിൽ നിന്ന് അടുത്ത തലത്തിലേക്ക് കടക്കാൻ അവനവൻ ശ്രമിക്കുക. നമുക്ക് ചുരുങ്ങിയ സമയമായതുകൊണ്ട് ഇതിനും പ്രായോഗിക മാർഗങ്ങളുണ്ട്. സാധാരണക്കാരായിട്ടുള്ള നമുക്ക് ഓരോന്നിരുന്ന് കണ്ടുപിടിച്ച്, ഒരു ആങ്സൈറ്റി വരുമ്പോൾ, ഒരു സ്ട്രെസ് വരുമ്പോൾ, ഇതുമാതിരി നിരാശാബോധം വരുമ്പോൾ ഈ ഒരൊറ്റ അധ്യായം മതി, സിദ്ധൌഷധം. ഇതിൻ്റെ അകത്ത് തന്നെ ഇരിപ്പുണ്ട് ഇതിനുള്ളത്. താല്പര്യമുള്ളവർ അന്വേഷിക്കുക, സ്വയം പരിശീലിക്കുക, കണ്ടെത്തുക. നമുക്ക് കൂടുതൽ സമയമെടുക്കാൻ പറ്റില്ല. ഒരു 15 മിനിറ്റ് കൂടെ എനിക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ. 6ാമത്തെ പ്രമാണം പറയാണ്. നമ്മൾ ചില ആൾക്കാരെ പറയും, സർവസംഘ പരിത്യാഗികളായിട്ട് ചിലരെ കാണും. ഗുണങ്ങളുടെ അപ്പുറത്തെത്തിയവർ. അവർക്ക് തമോ ഗുണവും പോയി, രജോ ഗുണവും പോയി, സത്വഗുണവും ഇല്ല. അവരാണ് ഗുണാതീതൻ, നിർഗുണൻ എന്ന് പറഞ്ഞ ബ്രഹ്മം. അങ്ങനെയാണ്. സത്വഗുണം മാത്രമായാൽ പോലും ഭഗവാന്റെ ശരീരം ഉണ്ടാവും. കൃഷ്ണന്റെ ശരീരം, നാരായണന്റെ ശരീരം, ഇതൊക്കെ സത്വഗുണം. മഹാദേവൻ, കാളി, ഇതൊക്കെ തമോ ഗുണമായിട്ടുള്ള ശരീരങ്ങളാണ്. മഹാലക്ഷ്മി രജോ ഗുണ ശരീരം, ബ്രഹ്മദേവൻ രജോ ഗുണ ശരീരമാണ്. ഇതൊക്കെ ശരീരങ്ങളാണ്. പക്ഷെ ഈ ഗുണത്തിന്റെ അപ്പുറത്ത് ഈ രൂപങ്ങളൊക്കെ ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥയുണ്ട്. അതിനെ ഗുണാതീതം എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പറയും, പണ്ടത്തെ കാലത്ത് പറയും, അവൻ നിർഗുണ പരബ്രഹ്മാവും. അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അത് ഗ്രാമ്യ ഭാഷയാണെങ്കിൽ പോലും അതിനൊരു സത്യമുണ്ട്. പരബ്രഹ്മം അങ്ങനെയാണ്. പരബ്രഹ്മത്തിന് ഒന്നും അറിയില്ല. പരബ്രഹ്മത്തിന് ഈ പ്രപഞ്ചം തന്നെയാണ് പരബ്രഹ്മം. പക്ഷെ ഈ പ്രപഞ്ചത്തിൽ നടക്കണതൊന്നും അറിയില്ല. നമ്മൾ പറയും, ഓ ഭഗവാൻ അറിയില്ലേ ഇവിടെ നടക്കണതൊക്കെ, ഭഗവാൻ കണ്ണു തുറക്കാണ്ടിരിക്കുമോ? തുറക്കില്ല മക്കളെ. കൂടപ്പറപ്പുകളെ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു, നമ്മൾ വിളിക്കാണ്ട് തുറക്കില്ല. ഈ ധർമ്മം അല്ലാണ്ട് രക്ഷപ്പെടില്ല. എന്തുകൊണ്ടാണ് ഈ ഭൂമിദേവി പോയിട്ട് പ്രാർത്ഥിക്കണത്? ഭാരം കുറച്ച് തരുമോ, ഭാരം കുറച്ച് തരുന്ന മൂപ്പർക്ക് അവിടെ കിടക്കുമ്പോൾ അറിയില്ലേ? പരബ്രഹ്മം സകലത്തിലും ഇരിക്കുന്നത് കൊണ്ട് അതിന് അസന്തുലിതാവസ്ഥയും സന്തുലിതാവസ്ഥയും ഒന്നും അറിയില്ല. നേരെ മറിച്ച് അതിൻ്റെ അകത്തിരിക്കണം നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഉണർത്തണം. അപ്പോഴത്ര അവതാരങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ ഭൂമിദേവി എപ്പോഴും പോയിട്ട് ദേവന്മാരുമായിട്ട് കൂട്ടായിട്ട് സ്തുതിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണരണത്. എന്നിട്ട് എന്താ വേണ്ടോ ചോദിക്കും. അപ്പോൾ പറയും, ഇങ്ങനെ അസുരന്മാരെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. ഈ കഥയുടെ അർത്ഥം അതാ. അതുകൊണ്ട് നമ്മൾ ഉണർത്തണം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിലയില്ല എന്ന് വിചാരിക്കരുത്. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ ഓരോരുത്തരും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോലും നമ്മുടെ ഈ ധർമ്മത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റും. കാരണം കൂട്ടപ്രാർത്ഥന എന്നൊന്ന് നിഘണ്ടുവിൽ പോലും ഇല്ലാത്തൊരു ജനതയാണ് മലയാളി. പ്രത്യേകിച്ച് കേരളത്തിൽ, അതും ഹിന്ദുക്കൾ. കൂട്ടപ്രാർത്ഥനയുടെ ശക്തി നമുക്കിപ്പോഴും അറിയില്ല. നമ്മളെല്ലാവരും വരുന്നുണ്ട്, കൂട്ടമായിട്ട് വരുന്നുണ്ട്. പറയണതൊക്കെ ഓരോന്നാ. അമ്മ അങ്ങനെ കലവരുടെ ഇടയിൽ ഏതാ കേൾക്കേണ്ടതെന്ന് അറിയാണ്ടിരിക്കുക. നേരെ മറിച്ച് ഒരേ മനസ്സോടെ ഇവിടെ ഇരിക്കുന്ന സകല ആൾക്കാരും ആ ചെട്ടിക്കുളങ്ങരയിലിരിക്കണ ഭഗവതിനടുത്ത്, അമ്മേ ഈ ധർമ്മത്തെ ഉയർത്തുന്നതിന്റെ വാളുകൊണ്ടെന്ന് ഇവിടെ ഇരുന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കും. ആ ദേവി അത് ചെയ്യും. അതാണ് ശക്തി. ആ ശക്തി നമ്മുടെ അകത്തുനിന്ന് അമ്മയ്ക്ക് ഉണർച്ച ഉണ്ടാക്കുന്നു. യന്ത്രം പ്രവർത്തിക്കാനുള്ള, പക്ഷെ യന്ത്രത്തിലേക്ക് ഒരു വിദ്യുച്ഛക്തി കൊടുക്കണം.
അപ്പോഴാ യന്ത്രം പ്രവർത്തിക്കുക. ആ വിദ്യുത് ശക്തി സപ്ലൈ ചെയ്യേണ്ടത് നമ്മളാ ജനറേറ്ററുകൾ. നമ്മൾ ഒരിക്കലും ഒരു 2ാം കട 3ാം കട മോശം വസ്തുവാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ പവർ അത്ര അപരിമേയമാണ്. അത് പഠിപ്പിക്കലാണ് ഗീത. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും തത്വങ്ങൾ ഭഗവാൻ പറഞ്ഞു കൊടുത്ത്. അതിൽ ഒരു പൊട്ടും പൊടിയോ എടുത്തിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇപ്പൊ ഗുണാതീതനെ കുറിച്ചാണ് പറഞ്ഞത്. ഗുണങ്ങളുടെ അപ്പുറത്ത് ചെന്നവൻ. നമ്മൾ ലൗകികർ പറയും, അങ്ങനെ ഇരിക്കുന്ന ഒരാളെ കണ്ട് അവൻ ഒളിച്ചോടിയതാ ജീവിതത്തിൽ നിന്ന്. അവൻ ഇരിക്കണ കണ്ടില്ലേ, ഒരു പണിയും ചെയ്യില്ല, അവൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ പലായനം ചെയ്തവനാണ്, എസ്കേപ്പിസ്റ്റാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അർജുന, അവനെ പലായനം ചെയ്തവനാണെന്ന് പറയുന്നത് അവൻ അനാസക്തനാണെന്ന്. അതായത് അവൻ ഒരു കാര്യത്തിലും ആസക്തിയില്ല. ആസക്തി ഇല്ലാണ്ടിയും പ്രവൃത്തി ചെയ്യാം. സീതയുടെ അച്ഛൻ ശീലധ്വജൻ, ജനകൻ എന്നുള്ളത് ഒരു സ്ഥാനപ്പേരാണ്. സീതയുടെ അച്ഛന്റെ പേര് ശീലധ്വജൻ എന്നായിരുന്നു. ശീലധ്വജ രാജാവ് പൊതുവിൽ ജനകന്മാരൊക്കെ തന്നെ ബ്രഹ്മജ്ഞാനികളായിരുന്നു. അതിനും മുന്നേ ഉള്ളൊരു ജനകൻ അഷ്ടാവക്രഗീതയിൽ വരുന്നുണ്ട്. നമ്മളിത് സീതയുടെ അച്ഛൻ ജനകനാണെന്നാണ് പറഞ്ഞു വെച്ച് വരുന്നത്. ഈ പുരാണം പഠിച്ചിട്ട് ജനകന്മാർ അനവധിയുണ്ട്. ത്രയംബകം വില്ല് മഹാദേവൻ കൊടുത്ത ജനകൻ വേറെയാണ്, സീതയുടെ അച്ഛൻ വേറെയാണ്. പക്ഷെ ആ പരമ്പരയിലുള്ളവരൊക്കെ തന്നെ ബ്രഹ്മജ്ഞാനികളായിരുന്നു. അതിൽ പ്രത്യേകിച്ച് അഷ്ടാവക്ര മഹർഷിയെ കാണുന്ന സമയത്ത്, അദ്ദേഹത്തിന്റെ അഷ്ടാവക്ര ഗീത വരുന്ന ആ സമയത്തുള്ള ജനകൻ, അദ്ദേഹം രാജ്യം ഭരിച്ചിരുന്ന ആളാണ്. അദ്ദേഹം യുദ്ധം ചെയ്തിരുന്ന ആളാണ്. ഇപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ, നമ്മൾ കുറച്ച് കാലഘട്ടങ്ങൾക്ക് പോകും, നമ്മുടെ വിചാരം കൃഷ്ണഘാട്ടം എഴുതിയ, കൃഷ്ണഗീതി എഴുതിയ മാനവേദൻ എന്ന് പറഞ്ഞാൽ പരമസാത്വികനായിട്ടുള്ള, ഗുരുവായൂരപ്പ ഭക്തനായിട്ടുള്ള, കണ്ണ എന്ന് പറഞ്ഞ് കരയണ, രാധേ എന്ന് പറഞ്ഞ കരയണ ആളായിരുന്നു. അങ്ങനെ അസല എണ്ണം പറഞ്ഞ ആമ്പറന്ന സാമൂതിരിയുന്നു. അദ്ദേഹമാണ് ഇരിഞ്ഞാലക്കുട വെച്ചിട്ട് കൊച്ചി രാജാവിനെ വെട്ടിയത്. ആ വെട്ടിയ സ്ഥലം ഇന്നുണ്ട്. രാജാവ് എൻ്റെ പ്രാണൻ എന്ന് പറഞ്ഞ രക്ഷപ്പെട്ട സ്ഥലം മാപ്രാണം. ഇരിഞ്ഞാലക്കുട എടുത്ത് മാപ്രാണം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാ വെട്ടിയത്. എത്രയോ പടനയിച്ച ആളാ. ആ ആളാണ് കൃഷ്ണഗീതി എഴുതുന്നത്. ആലോചിച്ച് നോക്കും. അതുകൊണ്ട് വീരനായിരുന്നാൽ ദീനനാവണമെന്ന് നിർബന്ധമില്ല. ഭക്തിക്ക് വീരതയാണ് ആവശ്യം, ദീനതയെ കാട്ടും. ദൈന്യഭക്തി അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള നമ്മൾ ഇന്ന് ഒന്നിനും കൊള്ളാത്തൊരു ധർമ്മം ഇത്. കൃഷ്ണൻ പഠിപ്പിച്ചത് വീരഭക്തിയാ. അത് പറയാൻ പറ്റിയ സ്ഥലം ഇവിടെ. കാരണം ഇവിടെ വീരതയുടെ സ്ഥലം, വീരയായിട്ടുള്ളവൾ ഇരിക്കുന്ന സ്ഥലമാണ്, വീരാരാധന നടന്ന സ്ഥലമാണ്, അല്ലേ? ഇതിവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ആരെങ്കിലും വരുന്നവർക്ക്, നിത്യം വരുന്നവർക്ക് അറിയാം, മന്ത്രമൂർത്തി എങ്ങനെ വന്നിട്ടുണ്ടാവും? അങ്ങനെ വീരാരാധന നടത്തിയിട്ടുള്ള ആരുടെയോ മൂർത്തിയാണ്, ഉപാസനാമൂർത്തിയാണ്. അതുകൊണ്ട് ഗുണങ്ങളെ അതിജീവിച്ചിട്ടുള്ള ഒരാള്, അത് സത്വമാവട്ടെ, രജസ്സാവട്ടെ, തമസ്സാവട്ടെ, ഇതൊക്കെ അവൻ്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് ഉണ്ടായാൽ പോലും അതിനെ വെറുക്കില്ല. ഗുണങ്ങളെ അതിജീവിക്കാൻ പറഞ്ഞാൽ ഇത് മൂന്നും ഇല്ലാണ്ടാവാന്ന് അർത്ഥമില്ല. അയാൾക്കും സങ്കടം വരും, അയാൾക്കും സന്തോഷം വരും, അയാൾക്കും ഒരു കാര്യം ഇറങ്ങി ചെയ്യണം തോന്നും, പക്ഷെ അയാൾ അതിനൊട്ടില്ല. അതാ വ്യത്യാസം. നമ്മളെല്ലാവരും ഗുണാതീതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വിചാരിക്കും, ഓ ഇരിക്കപ്പെടമാതിരി ഇരിക്കുന്ന ആളാണ്. അതല്ല. അയാളും ഇറങ്ങി പണിയെടുക്കും, അയാൾ യുദ്ധം ചെയ്യും, അയാൾ കുട്ടികളെ പഠിപ്പിക്കും, അയാൾ പാടത്ത് പണിയെടുക്കും, അയാൾ തെങ്ങ് കയറും, അയാൾ എന്തും ചെയ്യും, വണ്ടി ഓടിക്കും, ബിസിനസ് നടത്തും, കോട്ട് സൂട്ട് കൊടുക്കും, ഒക്കെ ചെയ്യും. പക്ഷെ അതൊന്നും അയാളെ ബാധിക്കില്ല. അപ്പൊ ഇവിടെ പറയാ, സത്വം ഉണ്ടായാലും ശരി, അവൻ ശാന്തനായിരുന്നാലും, ഓ ഞാൻ വളരെ ശാന്തനായി, എനിക്ക് വളരെ ശാന്തി ഉണ്ട് എന്ന് അങ്ങനെ ഒരാൾ പറയില്ല. അയാളുടെ ഉള്ളിലാണ് അയാളുടെ ശാന്തി. അത് അയാൾക്ക് വാക്കാലെ പുറത്ത് പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യം വരുന്നില്ല. വാക്കാലെ ആര് പുറത്ത് പറയുന്നോ അവനിൽ ആ ഗുണം അവനെ അടിപ്പെടുത്തിയിട്ടുണ്ടെന്ന് അർത്ഥം. രജസ് ഉണ്ടാവുമ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണം പറഞ്ഞാൽ അയാൾ നടക്കില്ല. അയാൾ ഇറങ്ങി ചെയ്യും, പക്ഷെ ചെയ്യണം പറയില്ല. ബ്രോഷർ അടിക്കില്ല, ഫ്ലെക്സ് വെക്കില്ല, ഒന്നും ചെയ്യില്ല. എൻ്റെ തല, എൻ്റെ ഫുൾ ഫേസ്, എൻ്റെ ക്ലോസപ്പ്, ഇതൊന്നും ഉണ്ടാവില്ല. തമസ് വരുമ്പോ, ഓ ഞാൻ തളർന്നു പോയി, എനിക്ക് ഉറക്കം വരുന്നു, എനിക്ക് വിശക്കണു, എന്നെ കൊണ്ട് വയ്യ, എൻ്റെ മുട്ടുവേദന, എനിക്ക് നമസ്കരിക്കാം, ഇങ്ങനത്തെ വിഷയമൊന്നുമില്ല. അയാൾ നമസ്കരിക്കില്ല, അത്രേ ഉള്ളൂ. അയാൾ ഉറങ്ങുന്നു. അയാൾക്ക് ഉറക്കം വന്നു, അയാൾ ഉറങ്ങും. അതിനെക്കുറിച്ച് അയാൾക്കൊരു കുറ്റബോധമില്ല. ഉറങ്ങാൻ തോന്നുന്നു ഉറങ്ങാം, ഉണർന്നിരിക്കാൻ തോന്നുന്നു ഉണർന്നിരിക്കാം. ഒറിജിനലായിരിക്കും. ഇന്നലെ പോലും ഞാൻ ആ ഇല്ലത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞതാണ്, കാളിയുടെ മുന്നിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട്, വഴി തെറ്റാൻ പോലും അവകാശമുണ്ട്. ഒറ്റ കാര്യം പറ്റാത്തുള്ളൂ, വ്യാജനാകരുത്, ഇരട്ടത്താപ്പ് കളിക്കരുത്, നമ്മളല്ലാത്ത എന്തോ ആയിട്ട് അഭിനയിക്കരുത് ജീവിതത്തിൽ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൾ തിരിഞ്ഞു നോക്കില്ല. അമ്മയെ കിട്ടണോ, അമ്മയുടെ ഉള്ളിൽ അമ്മയെ ഞാൻ ഇങ്ങനെയാണ്, നീ എന്നെ ഇങ്ങനെയല്ല ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ട് തുടർന്നങ്ങോട്ട് പൊലിച്ചു വെച്ചു കൊടുക്കുക. അപ്പ കാളിയെ കാണും.
വ്യാജനാവാതിരിക്കുക എന്നുള്ളതാണ്. ഭഗവാൻ അതാ പറഞ്ഞു, ഒറിജിനൽ ആവണം. ഗുണാതീതൻ ഒറിജിനലാണ്. ഗുണങ്ങൾ അവനെ ബാധിക്കായല്ല, അവനായിട്ട് അതിന്ന് മാറി നിൽക്കുന്നു. അവനും ഈ പറയുന്ന ഗുണങ്ങളൊക്കെ അവനിൽ വികാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി സത്വം പോയി നല്ല ശാന്തിയായിട്ട് ധ്യാനിച്ചോണ്ടിരുന്നു. ചില ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത് പറയും, ശരത് സാറേ ഞാൻ നന്നായി ജപിച്ചുകൊണ്ടിരുന്നാണ്, എനിക്ക് ഉണ്ണിയെ കാണാൻ പറ്റിയിരുന്നു, ഇപ്പൊ എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ പറയും വളരെ നല്ലത്. അതെന്താ? ഞാൻ പറയും വളരെ നല്ലത്. ഒന്നും അധികം കണ്ടോണ്ടിരുന്നോണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് പാവം ഒന്ന് ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ അതങ്ങാണ്ട് പോയി കഴിഞ്ഞാൽ അത് പോയി എന്നും പറഞ്ഞിട്ട് നെഞ്ഞത്തടിയായി നിലവിളിയായി. ഞാനിത് പറയണത് എൻ്റെ ഹൈറ്റാണ്. സാധാരണ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സുഖം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് അതില്ലാണ്ടായി. ചില ആൾക്കാർക്കുണ്ട് ദുഃഖം വേണം. ദുഃഖം ഇല്ലാണ്ടായി നന്നായി കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല, ഞാൻ പഴയ സ്ഥലത്തേക്ക് തന്നെ കൊണ്ട് പോകും. അട്ടയം പിടിച്ച് മെത്തേ കിടത്തിയാൽ എന്ന് പറയില്ലേ നമ്മൾ, ആ അവസ്ഥ. കാരണം നമ്മൾ ഒബ്സസ്ഡാണ്. നമ്മൾ സൈക്കാട്രി തന്നെ പറയും സ്റ്റോക്ക്ഹോം സിൻഡ്രോം. തട്ടിക്കൊണ്ടുപോകുന്ന ആളോട് പ്രണയം തോന്നുക, നമ്മളെ തട്ടിക്കൊണ്ടുപോകുന്ന ആളോട് പ്രണയം തോന്നുക, അല്ലെങ്കിൽ അയാളോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുക. സ്റ്റോക്ക്ഹോം സിൻഡ്രോം. കള്ളനും പോലീസും തമ്മിൽ കടുത്ത ആത്മബന്ധം ഉണ്ടാവുക. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് ജയിൽ മാറ്റുമ്പോൾ പോകുമ്പോഴുള്ള സംഭാഷണങ്ങളിൽ അവർ തമ്മിൽ അടുക്കുക. കള്ളൻ ഗുരുവായി മാറുക പോലീസിന്. ഇതൊക്കെ സംഭവിക്കുന്ന ഈ അവസ്ഥയിലാണ്. അങ്ങനെ മാറും. കാരണം എന്താ വെച്ചാൽ ഒരു 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 സുഖം അനുഭവിക്കുമ്പോൾ, ഒരു ദുഃഖം അനുഭവിക്കുമ്പോൾ അത് ഇല്ലാതാവുമ്പോൾ അത് വീണ്ടും വേണമെന്നുള്ള കൊതി വരും. ചില ആൾക്കാർക്ക് ദുഃഖം വേണമെന്നുണ്ടാവും, മുറിയണമെന്നുണ്ടാവും, കയ്യും കാലൊക്കെ മുറിച്ചിടണം. അത് മനസ്സിൻ്റെ ഭീകരാവസ്ഥയാണ്. അതേമാതിരി സാധാരണ മനുഷ്യനൊക്കെ ഒരു സുഖമായ അടുത്ത് വീണ്ടും ആവർത്തിക്കണം 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 ആവർത്തിക്കണം. ഗുണാതീതന് അങ്ങനൊന്നും ഉണ്ടാവില്ല. അവൻ ആ സുഖം അനുഭവിക്കുമ്പോൾ ആ സുഖത്തിൽ തന്നെ ഇരിക്കും. അത് കഴിഞ്ഞാൽ എങ്ങനെയാണോ ചേമ്പലയുടെ മുകളിൽ അല്ലെങ്കിൽ താമരയുടെ മുകളിൽ വെള്ളത്തിന്റെ തുള്ളി നിൽക്കണം, അതുമാതിരി അത് ഉരുണ്ടക്കണം. അപ്പൊ അങ്ങനെ ഒരാളുണ്ടായിരുന്നോ? ഈ പറയുന്ന ആൾക്കാരിൽ ആരെങ്കിലും അങ്ങനെ എക്സാമ്പിൾ ഉണ്ടോ? അതേ പറയുന്ന ആൾ തന്നെ കൃഷ്ണൻ. സകല സമൃദ്ധികളിലെയും സകല പ്രലോഭനങ്ങളിലെയും സകല കുഴപ്പങ്ങളിലെയും സകല ഡേഞ്ചറുകളിലെയും നടുക്ക് ജീവിച്ചിട്ട് അതൊന്നും തന്നെ സ്പർശിക്കാണ്ട് 126 വയസ്സ് വരെ ഭൂമിയിൽ കടന്നുപോയി അദ്ദേഹം. എന്തെങ്കിലും അദ്ദേഹത്തിനെ തൊട്ടോ? ഭഗവാൻ കരഞ്ഞിട്ടില്ലേ? കരഞ്ഞിട്ടുണ്ട്. പൊട്ടിക്കരഞ്ഞു, നെഞ്ചു പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ഭഗവാൻ പല പല ഘട്ടങ്ങളിൽ. തന്നെ കെട്ടിപ്പിടിക്കും എന്ന് കരുതിയിട്ട് കാരാഗൃഹത്തുനിന്ന് മോചിപ്പിച്ച ദേവകിയുടെ മുന്നിൽ ചെന്ന് നിന്നപ്പോ ദേവകി നമസ്കരിച്ചു. അന്ന് കരഞ്ഞു ഭഗവാൻ. എന്നെ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും അമ്മ എന്നാ വിചാരിച്ച്. അമ്മ എന്നിട്ട് പറയാ, നിന്നെ എനിക്ക് രക്ഷകനായിട്ട് നാരായണനായിട്ട് കാണാൻ പറ്റില്ല, എനിക്ക് നിന്നെ ലാളിക്കാൻ പറ്റില്ല. വർഷങ്ങൾക്ക് ശേഷം താൻ പ്രസവിച്ച് കംസം കൊന്ന മക്കളെ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. അവരെയൊക്കെ പിടിച്ച് മടിയിലിരുത്തി, അവർക്കൊക്കെ മുല കൊടുത്തു. ഭഗവാൻ കൊതിയോടെ നോക്കിക്കൊണ്ട് നിന്നു അത്ര, കണ്ണീരണിഞ്ഞിട്ട്. അന്ന് ഭഗവാൻ വയസ്സ് 60. കൃഷ്ണനിൽ എപ്പോഴും അമ്മയെ കിട്ടാത്ത ഒരു കുട്ടിയുടെ മനസ്സുണ്ട്. അതുകൊണ്ടാണ് മൂപ്പർക്ക് ലോകം മുഴുവൻ അമ്മമാരും. അത് ജീവിച്ചിരിക്കുമ്പോൾ അത്രയാ ദുഃഖം അനുഭവിച്ചോളാം. എൻ്റെ യശോദാഹൃദയം കേട്ടിട്ടുള്ളവർക്കറിയാം. അപ്പോ ഇങ്ങനത്തെ ഈ ആഗ്രഹങ്ങൾ ഭഗവാനും ഉണ്ടായിരുന്നു. പക്ഷെ ഭഗവാൻ അതിൽ ഒട്ടിയില്ല. അഭിമന്യു മരിച്ചപ്പോൾ ചങ്ക് പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം എന്താ പറയാ, അതിൽ ഒട്ടി നിന്നില്ല, അടുത്ത ഘട്ടത്തേക്ക് പോയി. ഘടോത്കചം മരിച്ചപ്പോൾ പൊട്ടിച്ചിരിച്ചു. അതിൽ അദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് വലിയ നോവലിസ്റ്റുകളൊക്കെ. അദ്ദേഹം എന്തിനാണ് പൊട്ടിച്ചിരിച്ചതെന്നുള്ളത് വിവരമുള്ളവൻ അറിയും. ഇന്നിപ്പോ റീലുകൾ ഓടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഒരു മഹാസാഹിത്യകാരൻ പണ്ട് കൃഷ്ണനെ കുറ്റം പറഞ്ഞത്, കൃഷ്ണൻ പൊട്ടിച്ചിരിച്ചു, അത് ജാതീയമാണെന്ന്. തലയ്ക്ക് കുറച്ചെങ്കിലും വെളിവുണ്ടെങ്കിൽ, കൃഷ്ണൻ ആരാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ, വ്യാസൻ എന്താ എഴുതിയതെന്ന് അറിയുന്നുണ്ടെങ്കിൽ, അത്തരം ഒരു വിഡ്ഢിത്തരം എത്ര വലിയ സാഹിത്യകാരനാണെങ്കിലും പറയില്ല. അതുകൊണ്ട് ഗുണങ്ങളെ സ്പർശിക്കാതെ ഗുണങ്ങളുടെ നടുക്ക് ജീവിച്ചവൻ അങ്ങനെ ഒരാൾ ഉണ്ടാവുമോ? അതൊക്കെ പറയാൻ എളുപ്പമല്ലേ ചോദിച്ചാൽ, അതാ നിങ്ങൾ ഈ 24 മണിക്കൂർ വിളിക്കുന്ന ഗുരുവായൂരപ്പൻ അങ്ങനെ ജീവിച്ച ആളാണ്. മനുഷ്യനായിട്ട് നമ്മുടെ ഇടയിൽ നമ്മളെക്കാട്ടിലും ദുഃഖങ്ങൾ അനുഭവിച്ച്, നമ്മളെക്കാട്ടിലും സുഖങ്ങൾ അനുഭവിച്ച്, നമ്മളെക്കാട്ടിലും അപകടങ്ങൾ അതിജീവിച്ച്, നമ്മൾ അനുഭവിക്കാത്ത യുദ്ധങ്ങളും കലഹങ്ങളുടെയും നടുക്ക്, ഉപജാപങ്ങളുടെ നടുക്ക്, നിങ്ങളൊന്ന് അകത്ത് ആ മനസ്സ് കയറിയിട്ടൊന്ന് ആലോചിച്ചു. അദ്ദേഹം ജീവിച്ച കാലം എത്രമാത്രം കലുഷമായിരുന്നു. അദ്ദേഹത്തിന് ഡ്യൂപ്ലിക്കേറ്റുകൾ വരെ ഉണ്ടാക്കി. പൗണ്ഡ്രക വാസുദേവൻ, നീയല്ല ഒറിജിനൽ കൃഷ്ണൻ, ഞാനാണ് ഒറിജിനൽ കൃഷ്ണൻ എന്ന് പറയണ തരത്തിൽ അദ്ദേഹം ഒറിജിനൽ ആയിരുന്നു.
ഒരാള് നീയല്ല ഒറിജിനൽ, ഞാനാണ് ഒറിജിനൽ പറയണമെങ്കിൽ ആ വ്യക്തി എത്രമാത്രം പ്രഭാവമുള്ള ആളായിരിക്കണം, അല്ലേ? അപ്പോ എന്തുകൊണ്ട് ഇതൊക്കെ ഗുണങ്ങളിൽ നിന്നുണ്ടായതല്ലേ? ആ ഗുണങ്ങളൊന്നും ഭഗവാനെ തൊട്ടില്ലല്ലോ. അതുകൊണ്ട് അതൊന്നും അപ്രത്യക്ഷമാകുമ്പോൾ, ഇപ്പൊ ഉള്ളൊരു നില ഇല്ലാതാകുമ്പോൾ അതിനു വേണ്ടി കൊതിക്കുന്നില്ല. ഇനി ഒരു ദുരന്തം നമുക്ക് വന്നു, ഈശ്വര ഇനി അങ്ങനെ വരാതിരുന്നാ മതിയായിരുന്നു എന്ന് പോലും പറയില്ല. കാരണം അതും ഗുണങ്ങളുടെ സ്പർശം. അന്ന് വെച്ച് വരണം പറഞ്ഞ ആഗ്രഹിക്കില്ല അർത്ഥം, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. യഥാർത്ഥ വരുന്നത് വരട്ടെ എന്ന് പറയുന്നത് ഇതാ. ഇത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എങ്ങനെ അയാൾ ഇരിക്കണത്? ഉള്ളില് ഇളകാടെ നിലകൊള്ളുന്നു പറഞ്ഞു. ഇളകാതെ ഇതാ ഇങ്ങനെ ആ നാളം നിൽക്കുന്ന പോലെ, അതിലേതെങ്കിലും ഒരു നാളം കാറ്റില്ലാണ്ട് നിൽക്കണ നാളം നോക്കുക. എത്ര കാറ്റടിച്ചാലും കെടാത്തൊരു നാളം പോലെ അകത്ത് ഇങ്ങനെ നിൽക്കും, ഫിക്സഡ് ആയിട്ട് സ്റ്റഡി ആയിട്ട്. അവൻ യോഗിയാണ്. അവൻ ലുങ്കി കൊടുത്ത് കുളിക്കാണ്ട് ആ മണ്ണ് കിടന്ന് ഉരുണ്ടാലും, അവൻ പ്ലെയിനിൽ പോവുകയാണെങ്കിലും, അവൻ എന്തെങ്കിലും ഒരു അധ്വാനമുള്ള ജോലി ചെയ്യുകയാണെങ്കിലും, അവനെയൊന്നും അല്ല നമസ്കരിക്കേണ്ടത്, ഈ വേഷം ധരിച്ച് നടക്കണവരെയാണ് നമസ്കരിക്കണമെന്ന് പറയണവിടെയാണ് നമ്മുടെ ധർമ്മം തകർന്നു വീണത്. നോക്കൂ, ഈ സനാതന ധർമ്മം ഉണ്ടാക്കിയത് സാധാരണ ഗൃഹസ്ഥരും ചെരുപ്പ് കുത്തികളും കൃഷിക്കാരും മരപ്പണിക്കാരും കുംഭാരന്മാരും സാധാരണ മനുഷ്യർ. നമ്മുടെ ഋഷിമാരിൽ 99% പേരും ഈ പറയുന്ന വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള ആൾക്കാരായിരുന്നു. അതിൽ ക്ഷത്രിയരുണ്ടായിരുന്നു. ഗായത്രി തന്നതൊരു ക്ഷത്രിയനാണ്. അസ്ത്രശസ്ത്രങ്ങൾ എടുത്തിട്ടുള്ള ഗാധിയുടെ പുത്രൻ വിശ്വാമിത്രനാണ് അത് വെളിപ്പെട്ടത്. കന്നുകാലികളെ പരിപാലിക്കുന്ന വസിഷ്ഠൻ, അദ്ദേഹം ബ്രാഹ്മണ ജന്മാണെങ്കിലും ആ ബ്രാഹ്മണത്വം അദ്ദേഹത്തിന് നേടപ്പെട്ട പോലെയാണ്. അദ്ദേഹം സാക്ഷാൽ ശ്രീരാമസ്വാമിയുടെ ഗുരുനാഥനാണ്. വസിഷ്ഠന്മാരൻ അനവധിയുണ്ട്. മൃത്യുഞ്ജയ മന്ത്രത്തിന്റെ ഋഷി അദ്ദേഹം. അതുകൊണ്ട് ഐഡന്റിറ്റികളിൽ ഒന്നുമല്ല അവർ നിന്നത്, അവരവരുടെ പ്രവർത്തികൾ, അവരൊക്കെ ഗുണാതീതരായിരുന്നു. അനവധി ഗുണാതീതരെ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. ഒന്നിലും ഒട്ടി നിൽക്കാണ്ട്, ഒരു ഇമേജിലും പെടുത്താണ്ട് നമ്മൾ കരുതും, അയാൾ ഇങ്ങനെയല്ലേ, എന്നിട്ട് അയാൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുക? അത് നമ്മുടെ കുഴപ്പമാണ്. അയാൾ സ്വതന്ത്രനാണ്. അയാൾക്ക് ഒരു സമയം അതും ചെയ്യാം ഇതും ചെയ്യാം, ഇവിടെയും കാണാം അവിടെയും കാണാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, എന്ത് വേണമെങ്കിലും. സദാ ആത്മാവ് ആ ആത്മസ്വരൂപമായിട്ട് തന്നെ നിൽക്കണമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇളകാതെ നിൽക്കുന്നു. 22ാമത്തെ ശ്ലോകം നോട്ട് ചെയ്യണവർക്ക് നോട്ട് ചെയ്യാം. പ്രകാശം ച പ്രവൃത്തി ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. അതീന്ദ്രിയാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ അപ്പുറത്തേക്ക് അറിയാനുള്ള, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ അപ്പുറത്തേക്ക് മാറി നിൽക്കുക. എന്ത് ഇന്ദ്രിയങ്ങളുടെ അപ്പുറത്തേക്ക് മാറി നിൽക്കുക? ഇതപ്പോ മാഡം വന്നു, എല്ലാവരും മാഡത്തിനെ നോക്കി. എത്ര പേര് നോക്കി? അമ്മ അവിടെ, ചേച്ചി അവിടെ ദക്ഷിണ വയ്ക്കണത് നിങ്ങളുടെ കണ്ണിന് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അവിടെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരുടെ ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദം, ഒരു ബഹളം വരുമ്പോൾ ചെവി അങ്ങോട്ട് പോകുന്നുണ്ട്. കൂട്ടുപെരയിൽ നിന്ന് നല്ല ഗന്ധം വരുമ്പോൾ ഈ നേരമായതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നുണ്ട്. അടുത്ത് അവിടെ ആ ഹാളിൽ എത്ര ചൂടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ ചൂട് നിങ്ങൾ അറിയുന്നുണ്ട്. ഇന്ദ്രിയങ്ങൾ ഓരോന്നും ഉണർന്നിരുന്ന് നിങ്ങളെ പൂർണ്ണമായിട്ട് ഇവിടെ ശ്രദ്ധിക്കുന്നതെന്ന് പിൻവലിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അല്ലാന്ന് പറയട്ടെ, എൻ്റെയും ശ്രദ്ധ മാറുന്നുണ്ട് ഇടയ്ക്ക്. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. പക്ഷെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ അടക്കി ഒരുത്തൻ ഈ 3 ഗുണങ്ങളെയും കടത്ത് എന്ന് പറയുമ്പോൾ അവൻ ഇത് മുഴുവൻ പിൻവലിച്ചിരിക്കുകയല്ല. നേരത്തെ രമണ മഹർഷിയുടെ പോലെ സർജറിക്ക് അനസ്തേഷ്യ കൊടുക്കാതിരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല നമ്മളൊന്നും. നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ ആ സമയത്താണെങ്കിൽ നമ്മൾ നല്ല ഗാഢ ഉറക്കത്തിലാണെങ്കിലും ആരെങ്കിലും കത്തിക്കൊണ്ട് കുത്തിയാൽ നമ്മൾ അയ്യോ എന്ന് പറഞ്ഞിരിക്കും. കാരണം നമ്മൾ കോൺഷ്യസ് ആണ്, നമുക്ക് ആ ഇന്ദ്രിയ നിഗ്രഹം വന്നിട്ടില്ല. അതുകൊണ്ട് അതീന്ദ്രിയാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിന്നുള്ള പിന്മാറ്റമല്ല. ഭഗവാൻ പറയുക, നമ്മുടെ വിചാരം എന്താ? ഇന്ദ്രിയങ്ങളെ മുഴുവൻ അടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുക, ഇഷ്ടമുള്ള ഒന്നും കഴിക്കാണ്ടിരിക്കുക, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാതിരിക്കുക, ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാതിരിക്കുക, ഒന്നും കാണാതിരിക്കുക, കേൾക്കാതിരിക്കുക. ഭഗവാൻ പറഞ്ഞ അതല്ല. കെട്ടുപാടുകളില്ലാണ്ട് ആഴത്തിലുള്ള ബന്ധം ഈശ്വരനുമായിട്ട് ഉണ്ടാക്കലാണ്. അതെങ്ങനെ ഉണ്ടാക്കുക? കഴിക്കുന്നതൊക്കെ ഭഗവാൻ, കാണുന്നതൊക്കെ ഭഗവാൻ, കേൾക്കുന്നതൊക്കെ ഭഗവാൻ, എന്താ പറയുക, രുചിക്കുന്നതൊക്കെ ഭഗവാൻ. എന്തും ഇനി നിങ്ങളുടെ ശ്രദ്ധ മാറിയാലും അതും ഭഗവാൻ, ഇതും ഭഗവാൻ, ഇതും ഭഗവാൻ, ഇതും ഭഗവാൻ, ഇതും ഭഗവാൻ. അവിടെ ശരത്ത് പറഞ്ഞത് കേൾക്കുന്നില്ല, ശരത്തിനെ കാണുന്നില്ല എന്ന് വിചാരിക്കണ നിമിഷമാണ് വേറെ എന്നാവണത്. ഇടയിൽ വന്ന് നിൽക്കണം ഭഗവാൻ. വേറൊരു ശബ്ദം കേട്ട് ശ്രദ്ധ മാറിയാൽ അതും ഭഗവാൻ. ഇങ്ങനെ മാറ്റാനാ പറയണത്.
ഇങ്ങനെ മാറ്റിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അല്ലാണ്ട് ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ട് രക്ഷപ്പെടാൻ വിചാരിക്കണ്ട. അതുകൊണ്ട് അതീന്ദ്രിയാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടല്ല. നമ്മൾ ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇതൊരു ഒളിച്ചോട്ടല്ല. ഗീത പഠിച്ചുകൊണ്ട് ആരും കാഷായ വസ്ത്രം ചാടിക്കയറി ധരിക്കില്ല. കാഷായം ധരിക്കേണ്ട കാലം പാകമാവുമ്പോഴേ ധരിക്കുള്ളൂ. അല്ലാണ്ട് ചെയ്യുന്നതൊക്കെ എസ്കേപ്പിസാ. മൂക്കാണ്ട പഴുത്ത കുഴപ്പാ. മൂക്കാണ്ട പഴുത്തതിന്റെ കുഴപ്പമാണ് ഇപ്പോൾ ധർമ്മം മുഴുവൻ അനുഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതീന്ദ്രിയാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ അടക്കുക, കണ്ണടക്കുക, കാതടക്കുക, നാവടക്കുക, അല്ലെ, തൊലി അടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടലല്ല. എന്തനുഭവം ഉണ്ടോ അതൊക്കെ ബ്രഹ്മാർപ്പണം, നാരായണാർപ്പണം, കാളിയാർപ്പണം എന്ന് പറഞ്ഞ് കൊടുക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഒക്കെ ആ ദേവതയ്ക്ക് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ കെട്ടുപാടുകളില്ലാത്ത, കാരണം എന്തിനെ കെട്ടും? ഭഗവാൻ എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല. അതുകൊണ്ട് അതിൽ പോയി കെട്ടി എന്ന് പറയാൻ പറ്റില്ല. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്താവുന്നതിന്റെ മാക്സിമമാണ്. അതുകൊണ്ട് ഏറ്റവും ആഴത്തിലുള്ള ബന്ധമാണ്. ആ ബന്ധത്തെ ഉണ്ടാക്കിയെടുക്കാനാ പറഞ്ഞു. അതുകൊണ്ട് അവസാനം നമ്മളൊരു എന്താ പറയുക, ടേക്ക് അവേ എന്ന് പറയും. നമ്മൾ ഇതിന്ന് എടുത്തുകൊണ്ട് പോകേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് ഒരു വരി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ തകർന്നവരാവട്ടെ, നിങ്ങൾ അസ്വസ്ഥരാവട്ടെ, നമ്മൾ മടിയന്മാരും ആയിക്കോട്ടെ, പക്ഷെ ഇനി അതിമോഹികളും ആയിക്കോട്ടെ, നമ്മൾക്ക് പറ്റുന്ന ഒരൊറ്റ തെറ്റേ ഉള്ളൂ. നമ്മൾ പ്രകൃതിയുടെ ചില താൽക്കാലികമായിട്ടുള്ള ഇങ്ങനത്തെ ശക്തികളെ, ഈ സത്വവും രജസും തമസൊക്കെ ടെമ്പററി ഫോഴ്സസാണ്. നമ്മുടെ ആ ടെമ്പററി ആയിട്ടുള്ള ഫോഴ്സുകളെ നമ്മളാണെന്ന് അങ്ങോട്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. ഭഗവാൻ പറയാണ്, നിങ്ങൾ ഈ തകർന്നവരാണെന്ന് തോന്നുന്നത് ടെമ്പററിയാണ്. അതൊരു തോന്നലാണ് ആ ഗുണത്തുനിന്നുണ്ടായത്. നിങ്ങൾ അസ്വസ്ഥരാണ് തോന്നുന്നത് ടെമ്പററിയാണ്. നിങ്ങൾ മടിയന്മാരാണ് തോന്നുന്നത് ടെമ്പററിയാണ്. നിങ്ങൾ അതിമോഹികളാണ് തോന്നുന്നത് ടെമ്പററിയാണ്. ഇത് പെർമനന്റ് ആയിട്ട് ആരുമില്ല ഈ പ്രപഞ്ചത്തിൽ. ഇത് ടെമ്പററി ആണെന്നുള്ള തിരിച്ചറിവ് വരുന്നതിൻ്റെ ഒപ്പം തന്നെ ആ വികാരം നിങ്ങളല്ല. നിങ്ങൾ മടിയൻ, ഞാൻ മടിയനാണെന്ന് പറയുമ്പോൾ നിങ്ങൾ യഥാർത്ഥം നിങ്ങളിൽ മടിയുണ്ട്, പക്ഷെ നിങ്ങൾ മടിയനല്ല. നിങ്ങളിൽ ദുഃഖമുണ്ട്, നിങ്ങൾ ദുഃഖിതനല്ല. നിങ്ങളിൽ തകർച്ചയുണ്ട്, നിങ്ങൾ തകർന്നവനല്ല. അങ്ങനെ വീഴുന്നവന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നവന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫിലോസഫീസ് പറഞ്ഞു തരുന്നത്, ഇങ്ങനത്തെ ആശയങ്ങൾ പറഞ്ഞു തരുന്നതും. 12ാമത്തെ സ്കന്ധത്തില് ഭാഗവതത്തില് പതിതസ്കലിതശ്ചാർത്തൻ ക്ഷുത്വാവാവിവശോ ബ്രുവൻ ഹരേ നമ ഇത്യുച്ചേർന്നുച്ചതേ സർവപാതകാൽ എന്നുള്ള പ്രസിദ്ധ ശ്ലോകം. തകർന്നവനാവട്ടെ, ആർത്തനാവട്ടെ, ദാഹിച്ചവനാവട്ടെ, ജീവിതത്തിൽ സകല പ്രത്യാശയും നടന്നവനാവട്ടെ, അവൻ ഹരേ നമ എന്ന് ഒരു പ്രാവശ്യം വിളിച്ചാൽ അവനെ പിടിച്ച് നീപ്പിച്ചിരിക്കുന്നതാണ്. പ്രോമിസാണ്. അത് ഏറ്റവും സാധാരണക്കാരന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രകൃതിയുടെ താൽക്കാലിക ശക്തികളാണ് ഇതൊക്കെ താൽക്കാലിക അവസ്ഥകളാണ്. എന്നെന്നും ദുഃഖം, എന്നെന്നും സുഖം ഇതൊന്നുമില്ല. ഇനി ഇതൊക്കെ സംഭവിച്ചാലും ഇതൊന്നുമല്ല ഞാൻ. 100 വർഷത്തെ ജീവിതമുണ്ട്, ആ 100 വർഷവും സുഖിച്ച് ജീവിച്ചാലും ഒരിക്കലും ഞാൻ സുഖമായി ജീവിച്ചു എന്ന് ചിന്തിക്കണ്ട. സുഖം എന്ന അനുഭവം എനിക്ക് ഇത്രയും വർഷം ഉണ്ടായിരുന്നു, അതൊന്നും എന്നെ സ്പർശിച്ചില്ല. ഇതാണ് വേണ്ടത്. ഇതേപോലെ ദുഃഖത്തിന്റെ കാര്യം, മുക്തി എന്നത് ഭാവിയിൽ നടക്കേണ്ട ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് നോട്ട് എ ഫ്യൂച്ചറിസ്റ്റിക് പ്രോമിസ്. അത് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. നാളെ എനിക്ക് മോക്ഷം, നാളെ മുക്തി, അങ്ങനെയൊന്നുമില്ല. മുക്തി പ്രസന്റ് ടെൻസ് ആണ്. ദ പവർ ഓഫ് നൗ എന്ന് നമ്മൾ എക്കാർട്ട് ടോളിന്റെ പുസ്തകം വെറുതെ വായിച്ചിട്ട് കാര്യമില്ല. സായിപ്പ് എഴുതുമ്പോഴേ അതൊക്കെ വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നുള്ളൂ. ഇതിവിടെ ഋഷിമാർ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ നിമിഷത്തിലെ വ്യക്തതയാണ്. ഇപ്പോ ഒരു തെളിച്ചം, ഞാൻ ഇതാണ്, എൻ്റെ അടിസ്ഥാനം ഇതാണ്, ഞാൻ ഈ പറയണതൊന്നുമല്ല, ഞാൻ ഇത് മാത്രമാണ്, എന്നാൽ ഞാൻ എല്ലാമാണ് എന്നുള്ള ബോധം, ആ വ്യക്തത, ആ ക്ലാരിറ്റി ഈ നിമിഷം കിട്ടിയോ മുക്തിയായി. അതുകൊണ്ട് ഇത് നാളെ കിട്ടേണ്ട ഒരു കാര്യമല്ല. സ്വതന്ത്രനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സത്വത്തെയോ രജസിനെയോ തമസിനെയോ നശിപ്പിക്കലല്ല, മറിച്ച് ആ ഗുണങ്ങളെ, അതാണ് ഞാൻ എന്ന് പറയണത് നിർത്തലാക്കുകയാണ്. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഭഗവാൻ പറഞ്ഞാണ്, നീ സത്വമല്ല, നീ രജസ്വല്ല, തമസ്വല്ല, അത് നിന്നിലുള്ള ഗുണങ്ങൾ മാത്രം, അതുണ്ടാക്കുന്ന വികാര വിചാരങ്ങൾ മാത്രം. അല്ലാണ്ട് നീ അതാണ്, നീ ദുഃഖിയാണ്, നീ സുഖിയാണ് എന്ന് നീ പറയണ്ട എന്ന് മാത്രം പറഞ്ഞ് ഈ 14ാമത്തെ അധ്യായത്തിനെ ആ പൊന്നുഗുരുവായൂരപ്പനെ സാക്ഷിയാക്കിയിട്ട് ചെട്ടിക്കുളകർമ്മയുടെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. നാരായണ ഗുരോ
ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര അമ്മേ അനുഗ്രഹിക്കണേ.